പിള്ളേരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് എന്നും അടി കിട്ടാൻ എനിക്ക് ഉള്ളൂ. അത് കുറെയൊക്കെ കാര്യങ്ങൾ ഞാൻ നോ പറയാറുണ്ട്. അപ്പൊ ചില കമന്റ് കേട്ടിട്ട് എനിക്ക് അങ്ങ് സങ്കടം വന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ജാത്യല്ലോ തൂത്താ പോവില്ല. ആ വച്ചണ്ണു പറഞ്ഞു. പിന്നെ എപ്പോഴും കളി കണ്ടാണ് അത് നമ്പൂരി ഭാഷയാണ് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഒന്ന് ജാതി ചോദിക്കാൻ പോവാണ് കേട്ടോ. വീട്ടിലിരുന്ന് പോയ ഒത്തിരി പേർ കുറേ പേര് വരുന്നുണ്ട്. കുറേ പേര് എന്താ വെച്ചാൽ അവരെ പഠിപ്പിക്കാൻ നമുക്ക് ക്ഷമയുടെ നെല്ലിപ്പടി എന്ന് പറയുന്നത്. അത് കാണണം, അത് കാണണം. അല്ലെങ്കിൽ ചൂടുകളേക്കാൾ പ്രാധാന്യം അതിനൊക്കെ വരാൻ തുടങ്ങിയപ്പോ ഞാൻ അതെ, ഞാൻ പതുക്കെ നിന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ അൺലിസ്റ്റ് ചെയ്യാന്നൊക്കെ പറയാനൊക്കെ തുടങ്ങിയത്. എനിക്ക് തന്നെ അത്ഭുതമായി. അയ്യോ അതെന്താ മെസ്സഞ്ചർ, ഇൻസ്റ്റയും വാട്സപ്പാ അല്ലേ? അയ്യോ കട്ടിയില്ല, ഒന്നുമില്ല. എന്താണ് എന്റെ അത്ര പൊട്ടിയല്ലാതെ എല്ലാവർക്കും അറിയാം. ഏതാന്ന് പറയാ, എവിടെയാന്ന് പറ. അപ്പൊ ഇന്ന് ഞാനുള്ളത് നല്ല മാമ്പഴ പുളിശ്ശേരിയുടെ മണമുള്ള ഒരു സ്ഥലത്താണ്. അത്രയും പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, എന്നും എന്നും പായസം തിന്നാൻ കൊതി വന്നാല്, സദ്യ ഉണ്ണാൻ കൊതി വന്നാല് ഞാൻ ഓടിയെത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, അത്യാവശ്യപ്പെട്ട ഒരുപാട് പേര് ഓടിയെത്തുന്ന ഒരു സ്ഥലമുണ്ട്. നല്ല ഭക്ഷണവും നല്ല പെരുമാറ്റവും ഒരുപാട് സ്നേഹവും വാരി വിതറിക്കൊണ്ടുള്ള നമ്മുടെ നല്ല ഇടത്ത അടുക്കളയിൽ നമ്മുടെ ശ്രീലോപ്പുവിൻ്റെ വീട്ടിലാണെന്ന്. അപ്പോൾ കുറേ നാളായി ഞാനിങ്ങനെ വട്ടം ചുറ്റി നടക്കണം, ഓപ്പോളെ നമുക്കൊരു പോഡ്കാസ്റ്റ് ചെയ്യാന്ന്. അപ്പൊ ചോദിച്ചു, എന്തോന്ന് കുട്ടിയേ എന്ന് ചോദിച്ചു. എനിക്കൊന്നും വയ്യ അത്ര നേരം ഇരിക്കാന്ന് പറഞ്ഞു. ഞാൻ ഒന്നുമില്ല ഓപ്പോളെ, വെറുതെ മിണ്ടിയാൽ മതി, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ഓപ്പോളെ. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ മാത്രം ചോദിക്കാം. ഓപ്പോൾ എന്താണെങ്കിൽ നുണ പറയില്ല, പറഞ്ഞതിനപ്പം പിച്ചു കിട്ടോ, പിച്ചുമ്പോ നിങ്ങൾ മനസ്സിലായിക്കോ. അപ്പൊ അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ എനിക്കൊന്നൊരു 4 വർഷം മുമ്പാണ് അല്ലേ ഓപ്പോളെ, അല്ലേ? മുമ്പാണ് ഇങ്ങനെ വഴിയൊക്കെ ചോദിച്ച് ഇവിടെ വളരെ അവിചാരിതമായിട്ട് വന്നു കയറി. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഓപ്പോൾ എന്നുള്ള രീതിയിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് ചെറിയ കുട്ടി നിൽക്കണം, ഞാനിങ്ങനെ ഇറങ്ങണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിൽ നിന്നിട്ട് ഞാൻ അന്ന് ഓടിച്ച് പോയിട്ട് എന്താ പറയുക സാരിയൊക്കെ ഉടുപ്പിച്ചു. അപ്പോൾ ഓപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും എന്താണ് ഒരു സെറ്റുമുണ്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ സെറ്റുമുണ്ടൊക്കെ ചുറ്റി വന്നത്. അവിടെ വന്നതേ ഓപ്പോള് സാരി. അതെ അതെ അതെ, ഓപ്പോളിന്. അപ്പൊ നമുക്ക് ഓപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. അതിന്റെ അപ്പുറം ഉള്ള ഡ്രസ്സുകളൊക്കെ ഓപ്പോൾ ഇപ്പൊ ഒത്തിരി യാത്രകളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല ഇതിലിപ്പോ ഞാനാണോ പറയേണ്ടത്? അല്ല ഞാനല്ല പറയേണ്ടത്. അപ്പൊ വളരെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, അന്നമ്മേ എന്തുകൊണ്ട് ഓപ്പോളുമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നില്ല? അതിനുള്ള ഉത്തരവാണ് ഇന്ന് വരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ തുടങ്ങുകയാണ്. നിർത്തണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. ഓപ്പോളിനും എനിക്കും മടുക്കുന്ന ഒരു സമയം ഉണ്ടാവില്ലേ, അതായത് നിങ്ങൾക്ക് മടുക്കുന്ന ഒരു സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ നമ്മള് നിർത്താം. അപ്പൊ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓപ്പോളിന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സത്യത്തില് ഞാൻ നല്ലയിടത്ത് അടുക്കളയിലെ ഓപ്പോളിനെ കാണാൻ ആദ്യം വന്നതെങ്കിലും ഞാൻ അറിയുന്ന ഓപ്പോള് ശരിക്കൊരു എന്താ പറയാ പാചകം എന്ന് പറഞ്ഞാൽ എന്നെ പോലെ വെറുപ്പിക്കുന്ന പാചകമല്ല കേട്ടോ. പാചകം ചെയ്ത് ആ ഒരു പാചക കലയിലേക്ക് ആ രുചിയിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സ്നേഹത്തിലേക്ക് കടന്ന ഒരാളാണ്. പക്ഷെ അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഓപ്പോള് പാചകമൊക്കെ ഒരു ഭാഗം, ഏറ്റവും എന്താ പറയാ ഒരു ദൈവികമായ കല പോലെ നൃത്തത്തെ കൊണ്ട് നടന്ന് ഉപാസിക്കുന്ന ഒരാളും അതിനോടൊപ്പം തന്നെ ഓപ്പോള് പാടും എന്ന് എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല. ഓപ്പോള് നല്ല അസലായിട്ട് പാടുന്ന മാത്രമല്ല അസലായി പാടും. ഓപ്പോള് പഠിച്ചതുമാണ്. അപ്പൊ അത് രണ്ടും കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു ഞെട്ടലിന്റെ ഒരു ഭാഗത്തിലേക്ക് ഇരുന്നപ്പോൾ വരുന്നു സിനിമകളിൽ. അതും ഇവിടുത്തെ ഒരു കൊമേഴ്ഷ്യൽ സിനിമകളിലും വളരെ കുറവാണ് അല്ലെ, അവാർഡ് സിനിമകളിലും പിന്നെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളില് അതൊക്കെ എന്ന് പറഞ്ഞാൽ അതുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് എല്ലാം കഴിഞ്ഞപ്പോ വോയിസ് ആയിട്ട് വരുന്നു അല്ലെ, പരിചയമുള്ള വോയിസ് ആയിട്ട് നമ്മുടെ സുദീപിന്റെ അതും കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ വളരെ ആസ്വദിച്ച് ഞെട്ടി കോരിത്തെരിച്ചിരുന്നപ്പോ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവത്തിൽ കൂടെ വന്നു സീരിയലില്. അയ്യോ ശരി, അപ്പൊ ഞാൻ ചോദിച്ചെന്ന ഫസ്റ്റ് എന്റെ ഒരു സംശയം ഇതാണ്, ഇത്രയും റോളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, ഏറ്റവും എന്താ പറയാ ഗംഭീരമായിട്ട് രുചിമുകുളങ്ങളെ ഉണർത്താൻ കഴിവുള്ള ഒരു പാചകക്കാരി, ഡാൻസർ, പാട്ട് പാടുന്ന ആള്, അഭിനേതാവ്, കണ്ടന്റ് ക്രിയേറ്റർ, നമ്മുടെ കുത്തക വിടാൻ പാടില്ലോ. ഇതില് ഓപ്പോൾ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്നത് ഏതാണ്? ഒരു കാര്യം പറയാൻ പാടുള്ളൂ. അല്ല, ഓപ്പോൾ ഏറ്റവും ആസ്വദിച്ച് അതിനെ അപ്പൊ എല്ലാം അല്ല ഓപ്പോൾ ഇഷ്ടമല്ല, ഏറ്റവും ആസ്വദിച്ചിട്ട് പറഞ്ഞ ഡാൻസ് തന്നെയാണ് അല്ലേ?
അത് അത് കഴിഞ്ഞിട്ടില്ല. തർക്കമില്ല. തർക്കമില്ല അല്ലേ? പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഡാൻസ് ചെയ്യല് കുറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല. ഇല്ല അല്ലേ? അല്ല, പഠിപ്പിക്കലിലേക്ക് കൂടുതൽ പെർഫോമിംഗ് അല്ലെങ്കിലും ഞാൻ പൊതുവെ കുറവായിരുന്നു. വളരെ വളരെ ചുരുക്കമാണ്. പഠിപ്പിക്കലാണ് കൂടുതൽ. നമ്മൾ വിചാരിക്കും പഠിപ്പിക്കൽ എന്ന് പറയുമ്പോ ഇവിടെ ആയിരിക്കും. അല്ല, ഇടയ്ക്ക് മറ്റേ ടെസ്റ്റിലേക്ക് ഓടിച്ചിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കണ്ടായിരുന്നു. അതെ, വിദേശത്ത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നമ്മള് നൃത്തം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം നേരെ ഇങ്ങനെ ഒന്ന്, അങ്ങനെയല്ല, ഓൺലൈനിൽ കൂടെ പോലും പഠിക്കാൻ താല്പര്യമുള്ള. പക്ഷെ അതിനൊരു കാരണം ഈ പറഞ്ഞ പോലെ ഈ പ്രേക്ഷകര് ഉണ്ടാക്കി തന്ന നല്ല ഇടത്തടുക്കളയുടെ ഇമേജ് തന്നെ. അതിൽ യാതൊരു തർക്കമില്ല. എന്താ വെച്ചാ നമ്മളിങ്ങനെ മറ്റേത് അങ്ങനെ ഒരാളുണ്ടെന്നോ അല്ലെങ്കിൽ ആർക്കും അറിയാം, അല്ലെങ്കിൽ ഒരാളുണ്ടെന്നല്ല, നമ്മളെ പഠിപ്പിക്കേണ്ട നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് അറിയാന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ആർക്കും അത് അറിയണ്ടായിരുന്നില്ല. അപ്പോ ഇങ്ങനെ കഴിഞ്ഞ ഒരു 2 കൊല്ലം മുന്നെയാണ് ഇങ്ങനെ ഇതിന്റെ ഓൺലൈൻ പരസ്യം, അല്ല 1 കൊല്ലം മുന്നേ പരസ്യമായിട്ടിട്ടത്. ഡാൻസിന്റെ ഒരു ബഷീർ പറഞ്ഞിട്ട്, ഞാൻ അവനോട് പറഞ്ഞിട്ട് ഒരു തലേ സെറ്റ് പറയണം, മറ്റേ വിദ്യാരംഭത്തിന്റെ തലേ സെറ്റ് ഒരു പോസ്റ്റർ ഉണ്ടാക്കി തായോ, ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാ ഇപ്പൊ ഞാൻ പറയട്ടെ, 25ാം വാർഷികമാണ് ഇപ്പൊ കഴിഞ്ഞത്. മുമ്പൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ 23 കൊല്ലം മുന്നേക്കെ ആവണം നോട്ടീസൊക്കെ, അന്നൊക്കെ നോട്ടീസാണ് ഇങ്ങനെ അടിച്ചു വിടുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോട്ടീസ്, പേപ്പറുകാരനെ വിളിച്ചിട്ട് അവരുടെ കൂടെ അങ്ങനെ ശിവരഞ്ജിനി അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അത് കൂടുതലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് ഇപ്പോഴാണ് നമ്മൾ ഈ വാർഷികത്തിനല്ല, അതിന്റെ മുമ്പ് വിദ്യാരംഭത്തിന് ഇങ്ങനെ ഒരു ഇതിട്ടു. അപ്പോഴാണ് ഓൺലൈൻ സ്റ്റുഡൻസ് കൂടിയത്. അതുവരെ എന്നോട് ചോദിക്കണൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയില് മെസ്സേജ് അയക്കും നോക്കില്ല, FBയില് മെസ്സേജ് അയക്കും നോക്കില്ല, പിന്നെ മറ്റേ സാധനല്ലേ, എന്താ പറയാ, ഏതാണ്, മെസ്സഞ്ചർ, ഇൻസ്റ്റയും വാട്സപ്പാ അല്ലേ? കട്ടിയില്ല ഒന്നുമില്ല. എന്താണ് എന്റെ അത്ര പൊട്ടിയല്ലാതെ എല്ലാവർക്കും അറിയാം. ഏതാന്ന് അറിയാം, എവിടെയാന്ന് പറ. ടിക്ടോക്ക് ഒന്നല്ല, ടെലിഗ്രാമോ അല്ല, വേറെ എവിടെയാണോ മെസ്സേജ് അയക്കണതാണോ? അല്ല, യൂട്യൂബിൽ. അതായത് ഇപ്പോഴത്തെ കുട്ടികള് സൂത്രത്തിൽ ആരും അറിയാം, വീട്ടുകാരൊന്നും വലിയ ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുന്നത്. അല്ലേ, അതല്ല, അല്ല, ഇമെയില് അതെനിക്ക് തുറക്കാനേ അറിയില്ല, ഇപ്പോഴും അറിയില്ല. സത്യമായിട്ട് പേടിയാ അത് തുറക്കാനായില്ല, റിപ്ലൈ കൊടുക്കാനായില്ല. ലിങ്കില് പോയി ക്ലിക്ക് ചെയ്യരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ തുറക്കരുതെന്ന് അല്ല. അപ്പൊ അതിലിങ്ങനെ അനവധി പേര് കേട്ടോ. ഞാൻ ഇപ്പൊ കൂടെ ഞാൻ പറയാണ്, ഞാൻ അഹങ്കാരം കൊണ്ടൊന്നല്ല, എനിക്കത് പേടിയാ തുറക്കാൻ. എന്തോ ഒരു പേടിയാണ് അതിനോട്, അറിയില്ല. അപ്പൊ ഞാൻ എന്നിട്ട് ബഷീറിനോടൊക്കെ പറയാം, എടാ എന്റെ ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കുട്ടികൾ വന്ന് അവരൊക്കെ ചീത്ത പറയുന്നു. അപ്പൊ അതിലൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ അപ്പൊ അങ്ങനെ ചിലത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പതുക്കെ ഒറ്റ തട്ട് കിട്ടിയിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ലോകം മുഴുവൻ, ലോകത്തിന്റെ എമ്പാടുമുള്ള സ്ഥലങ്ങളില് ഓപ്പോളിന് എന്താ പറയാ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അഹങ്കാരം കൊണ്ടല്ല, അന്ന് എന്താ പറയാ, ഓപ്പോള് പറഞ്ഞ കറക്റ്റ് ആണ്. നമുക്ക് ചില കാര്യത്തില് നമുക്ക് മടിയോ പേടിയോ ആയിരിക്കും. ഞാൻ ഇപ്പൊ ഓപ്പോളിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ പലതവണ നമ്മൾ പുറകെ പറഞ്ഞു നടക്കുന്നില്ല. അപ്പൊ ആർക്കെങ്കിലും എന്താ പറയാ, ഈ പറയുന്ന എല്ലാ കലകളിലും പ്രാവീണ്യമുള്ള ഓപ്പോളിനെ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നേരെ മെസ്സേജ് അയച്ചോളൂ. അല്ല, ഇൻസ്റ്റയും ഓപ്പോള് നോക്കാറില്ല, കുറച്ചായിട്ട് നോക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ശിവരഞ്ജിനിയുടെ നമ്പർ ഞാൻ നിന്റെ താഴെ കൃത്യമായിട്ട് വെച്ചോളാം, ഉറപ്പായിട്ടും. കാരണം ഇതൊക്കെയെന്ന് പറയണെങ്കിൽ കൺവേ ചെയ്യണം ഓപ്പോള്, ഇതൊക്കെ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒത്തിരി കുട്ടികളുണ്ട് കേട്ടോ. കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികൾ എന്നല്ല, ശരിക്കും ഓപ്പോളിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ള ഒത്തിരി 3.5 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അതായത് തീർച്ചയായിട്ടും നമ്മള് വീട്ടില് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കഴിയാതെ നടക്കാതെ വീട്ടിലിരുന്ന് പോയ ഒത്തിരി പേർക്ക് അങ്ങനെ ഈ കുറച്ചൊരു ഏജ് കഴിഞ്ഞിട്ടുള്ളവരെ പഠിപ്പിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണോ? അപ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? സന്തോഷമാണോ ബുദ്ധിമുട്ടാണോ? സന്തോഷാണ്, അത് തീർച്ചയാണ് സന്തോഷാണ്. പക്ഷെ എന്താ വെച്ചാൽ അവരെ പഠിപ്പിക്കാൻ നമുക്ക് ക്ഷമയുടെ നെല്ലിപ്പടി എന്ന് പറയുന്നത്, അത് കാണണം. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവർക്ക് ഒന്നാമത് എന്റെ അടുത്ത് വരുന്നത് അത് പല തരത്തിലുള്ള ആൾക്കാരാണ്. ചിലര് പറയും എനിക്കൊന്ന് ഡ്രസ് ചെയ്തിട്ട് ഡാൻസിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ആഗ്രഹം കൊടുത്താൽ മതി ടീച്ചറെ, അങ്ങനെയുള്ളവരുണ്ട്.
ഒരു സ്റ്റേജ് അങ്ങനെ ഒരു സ്റ്റേജ് ചെയ്യണം, അങ്ങനെയുള്ളവരുണ്ട്. അതല്ലാണ്ട് എനിക്ക് ഇത് കുട്ടിയിലൊന്നും പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അത് പഠിച്ചേ അടങ്ങും. ഞാൻ എന്ത് വന്നാലും വേണ്ടില്ല, ആര് എതിർത്താലും വേണ്ടില്ല, അങ്ങനെയുള്ളവരുണ്ട്. അതുപോലെ ചെറുപ്പത്തിൽ പഠിക്കാതെ പഠിച്ചിട്ട് ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഡാൻസ് ടീച്ചറായിട്ട് ഉപജീവനം. അങ്ങനെ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം. അത് പഠിപ്പിക്കാൻ ഉള്ളതിനേക്കാൾ ബുദ്ധിമുട്ട് അവർക്ക് കാര്യങ്ങൾ കൺവെയിൻ, പിന്നെ ശരീരം വഴങ്ങാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ടൈം, സമയം. ഒരു സമയം വെക്കാണ്. എന്താ വെച്ചാൽ 3 മണിക്ക് ക്ലാസ്, ഇവര് വരെ 3:30 3:45 വീട്ടിലെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട്. അവരെ പറയാൻ പറ്റില്ല, ഓരോ ദിവസം ഓരോരോ ഉണ്ടാവുമല്ലോ. ചിലപ്പോ എനിക്ക് സങ്കടവും ദേഷ്യവും വർഷമൊക്കെ വരും. ഇങ്ങനെ സാരല്ലേ, കുഴപ്പമില്ല, വന്നോളൂ, എടുത്തുതരാം പറയും. ഇങ്ങനെ അതേമാതിരി ഒരു ബാച്ചുകാരന് 2-3 പ്രാവശ്യം വരും. അപ്പൊ നമ്മുടെ ഈ ടൈമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം ചിലപ്പോ ആ ഒരു ബാച്ചിൽ 2 ആളെ ഉണ്ടാവുള്ളൂ, മൊത്തം 8 ആളുടെ ബാച്ചാവും. അതിൽ 2 ആൾ ടീച്ചറെ നാളെ ഞായറാഴ്ചക്ക് വരാൻ പറ്റില്ല, ഞാൻ ബുധനാഴ്ച വരട്ടെ. അപ്പൊ ഇങ്ങനെ അല്ലേ, അതായത് ആരോടും എതിർത്ത് പറയാൻ പറ്റില്ല. ഞാൻ കുറേശ്ശെ പറയാൻ തുടങ്ങി, കാരണം അത് മറ്റുള്ളവരെ ബാധിക്കല്ലേ. അപ്പോളെ അതും എനിക്കും വയ്യന്റെ പണി, നമുക്കും പ്രായമായി വരല്ലേ. അപ്പൊ ഈ ഒരു റെസ്റ്റ് എന്നുള്ളൊരു ടൈം കിട്ടണില്ല, അതൊരു വലിയ പ്രശ്നമുള്ള കാര്യം. അപ്പൊ എന്റെ അമ്മയൊക്കെ അങ്ങനെ റെസ്റ്റ് ഇല്ലാതെ വരുത്തി വെച്ചാൽ വയ്യാന്നുണ്ട് എനിക്ക്. അപ്പൊ അങ്ങനെ ഡാൻസ്, പക്ഷെ പാട്ട് അപ്പോള് തീരെ അങ്ങോട്ട് ഒഴിവാക്കി മാറ്റി വെക്കാൻ എന്താ കാര്യം? പാട്ട് ഒഴിവാക്കിയെന്ന് വെച്ചാൽ എന്റെ സൗണ്ട് 2006 അന്ന് ആ പ്രശ്നം വന്നപ്പോ വോക്കൽ കോഡ് ബെൻഡ് വന്ന് അങ്ങനെ പോയി. പിന്നെ എനിക്ക് പാടാനുള്ള ഒരു കോൺഫിഡൻസ് ഒട്ടുമില്ല, എന്റെ സൗണ്ടിന് ചേഞ്ച് വന്നു, കരകരപ്പ് വന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നപ്പോ പിന്നെ ഡോക്ടർ പറയുകയും ചെയ്തു സ്ട്രെയിൻ ചെയ്ത് പാടരുത് എന്ന് പറഞ്ഞു. വീണ്ടും അതേ പ്രശ്നം ഇപ്പൊ അടുത്ത് വീണ്ടും അങ്ങനെ ഉണ്ടായി. ഞാൻ പേടിച്ചു. അതായത് ഒരു 2-3 മാസം മുന്നേ. അപ്പൊ ശരിക്കും വീണ്ടും അതേ പ്രശ്നം തന്നെയാണോ വിചാരിച്ചു. എന്നിട്ട് എന്താ പറയാ, പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ അസെന്റിൽ പോയിട്ട്, അപ്പൊ അതല്ല, വോക്കൽ കോഡ് ബെൻഡല്ല, പക്ഷെ സ്ക്രാച്ചസ് വന്നായിരുന്നു. സൂക്ഷിക്കണം. പക്ഷെ ഓപ്പോള് എന്നെ പോലെ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്ന ആളല്ല, ശണ്ട കൂടണ ആളല്ല. പിന്നെ എങ്ങനെയാണ് പ്രശ്നം എന്നുള്ളത്? അത് ഓവർ സ്ട്രെയിന്. പിന്നെ അതല്ല, അപ്പൊ ഉറക്കം സംസാരിക്കില്ല. ഇപ്പൊ ക്ലാസ്സിൽ ഒച്ചെടുത്ത് മൈക്ക് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്നാലും മൈക്ക് വെച്ച് സംസാരിക്കില്ല. അപ്പൊ ഇപ്പൊ ഡാൻസ് ക്ലാസ്സിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ വെക്കുന്ന സാധനം വാങ്ങിയിട്ടുണ്ട്, സ്പീക്കർ. അത് മറക്കും ക്ലാസ്സിൽ പോകുമ്പോഴേ. പിന്നെ തൊള്ളയും വെള്ളിയും കൂടി കുട്ടികളോട്, അങ്ങനെയൊക്കെ ആ സ്ട്രെയിൻ വരുമ്പോഴത്തന്നെ പ്രശ്നമില്ല. പിന്നെ ഡാൻസിനായാലും പാടണല്ലോ. അങ്ങനെ അപ്പൊ എന്താണ് ഇത് ചോദിച്ചതിന്റെ കൂടെ, കുട്ടികളുടെ കാര്യം ചോദിച്ചതിന്റെ കൂടെ പറയുകയാണ്, 2 ആൺമക്കളാണല്ലോ, 2 പേരും എപ്പോഴെങ്കിലും ഈ ഡാൻസ് പഠിക്കണം എന്നുള്ളൊരു താല്പര്യം? ചെറിയ ആള് കളിക്കുകയെ. പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ ചെറിയ ആൾ അരങ്ങേറ്റം കഴിഞ്ഞതാണ്, കളിക്കും. ഇപ്പൊ അടുത്തൊരു എഞ്ചിനീയറിംഗ്, ഇളയ ആള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പൊ എന്താ പറയാ, നമ്മള് ആൾക്ക് ഡിഫൻസിലേക്ക് പോകാനുള്ള ഒരു വലിയ, ആർമിയിലേക്ക് പോകാനുള്ള വലിയൊരു ആഗ്രഹം കൊണ്ട് ട്രെയിനിങ് നടക്കുകയാണ്. മൂത്ത ആള് പ്രൊഫസറാണ്, ഇപ്പൊ കേറിയിട്ടുണ്ട് പ്രൈവറ്റ് കോളേജിൽ കേട്ടോ. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അത് എവിടെ, തീർച്ചയായിട്ടും അവൻ നല്ലൊരു അധ്യാപകനാണ്. അപ്പൊ ഇടയാണ് കളിക്കും അല്ലേ? അവൻ അരങ്ങേറ്റമൊക്കെ ചെയ്തതാണ്. അന്തമാഷെടുത്തായിരുന്നു ആദ്യം പഠിച്ചത് ഫസ്റ്റ്. പിന്നെ ഗുരുവായൂരായിരുന്നു ക്ലാസ്, അന്തമാഷെടുത്ത് പഠിക്കുന്ന സമയത്ത്. പിന്നെ അവൻ ഒരു വർഷം പോണ സമയത്ത് വീണു, ബൈക്ക് ആക്സിഡന്റ്. ഇവിടുത്തെ നമ്മളറിയുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോയാ, അങ്ങനെ വീണിട്ട് പിന്നെ അവൻ അങ്ങോട്ട് പോവാൻ കൂട്ടാക്കണില്ല, എന്ത് വന്നാലും വേണ്ടില്ല. ചെറുതാ. അല്ല, പിന്നെ ഞാൻ തുടങ്ങി എന്റെ ക്ലാസ്സിൽ. എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിലോ 3-ലും 4-ലൊക്കെ പഠിക്കുന്ന സമയത്ത്. പിന്നെ സുബേഷ് ഉണ്ട്. സുബേഷിന്റെ വർക്ക്ഷോപ്പുകൾ ഇവിടെ വെക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് സുബേഷ് സുബേഷ് മാവനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ക്ലാസ്സിൽ നിൽക്കും. അങ്ങനെ എന്നിട്ട് അങ്ങനെ എന്താ പറയാ, ഇവനും പിന്നെ സോണി പറഞ്ഞിട്ട് ഞങ്ങളുടെ കസിനാണ്, അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ അനിയന്റെ വൈഫ്, അവളും പിന്നെ നമ്മുടെ സിനിമാ നടൻ ദിലീപേട്ടന്റെ ചെറിയമ്മയുടെ മകൻ സുനില്, ഇവര് 3 പേരും കൂടിയാണ് അരങ്ങേറ്റൊക്കെ പ്ലാൻ ചെയ്ത്. അങ്ങനെ ഗുരുവായൂര്. പിന്നെ സുനില് പിന്നെ കളിച്ചില്ല, 2 പേരും ചെയ്തു. ശരി. അപ്പൊ എന്നാ വേറെ അതിനോട് അനുബന്ധിച്ച് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഈ കലാതിലക പട്ടമൊക്കെ കിട്ടിയവര് സിനിമയിലേക്ക് കയറാനുള്ള ചാൻസ് ഒക്കെ ഒരിടയ്ക്ക് വളരെ കൂടുതലായിരുന്നല്ലോ. അതിനുശേഷം ഇതൊരു ശരിക്കൊരു പ്രാർത്ഥന എന്നുള്ളതിനേക്കാൾ മാറി ഇതൊരു വാശിയുടെ കുറെ പണക്കൊഴുപ്പിന്റെ ഒരു മേളത്തിലേക്ക് ഒരു ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇങ്ങനെ കലാമേളകൾക്ക്, മത്സരങ്ങൾക്ക് വേണ്ടി
സ്കൂൾ കലോത്സവങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ടോ കുട്ടികൾ? അത് ഓപ്പോള് ചെയ്തു കൊടുക്കാറുണ്ടോ? അതിനായിട്ട് പ്രത്യേകിച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കാറില്ല. ഇല്ല. ഇല്ല. നമ്മുടെ വരുന്ന പക്ഷേ വരുന്ന കുട്ടികൾക്ക് പോയി കളിക്കണോണ്ട് എനിക്ക് വിരോധമില്ല. ഉം. ഞാൻ തല്ലുകൂടാൻ ചെല്ലാറില്ല. ഉം. അവിടെ ചെന്ന് അടി ഉണ്ടാക്കും. മുമ്പ് തിരുവാതിരക്കളി ഞാൻ പഠിപ്പിച്ചിരുന്നു. നേരത്തെ. മുന്നേ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന അടക്കേട്ടോ. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നരിപ്പറമ്പ് സ്കൂള് തിരുവാതിരക്കളിക്ക് ഫസ്റ്റ് കിട്ടിയ കണ്ടപ്പോ അയ്യോ ഇത്ര ഇതായിട്ട് ഇവർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായി ഇവർക്ക് സബ് ജില്ലയിൽ നിന്ന് UP സ്കൂളാണ്. അങ്ങനെ എന്നിട്ട് അന്ന് നമ്മള് ഞാൻ പഠിപ്പിച്ച കൊല്ലം പാലക്കാട് പട്ടാമ്പി സബ്, അത് കഴിഞ്ഞ് പാലക്കാട് ജില്ലയിൽ നിന്ന് കിട്ടിയവർക്ക് കാണിക്കമാതി, ഇങ്ങനെ വലിയ വലിയ സ്കൂളുകളൊക്കെ ഗവൺമെന്റ് സ്കൂളിന് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടി. അങ്ങനെ അപ്പൊ പിന്നെ കുറെ സ്കൂളുകാരെ എന്നെ വിളിക്കാൻ തുടങ്ങി. ഇപ്പൊ ആ സ്റ്റൈലൊക്കെ മാറി കേട്ടോ, തിരുവാതിരക്കളുടെ സ്റ്റൈലൊക്കെ മാറി. അപ്പൊ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഈ തിരുവാതിരക്കളി പറഞ്ഞ ശരിക്ക് തനി നാടൻ ഒപ്പന, തിരുവാതിരക്കളി, മാർഗംകളി, ഇത് മൂന്നും മൂന്ന് എന്താ പറയാ ജാതി മതം പറയാൻ പാടില്ലെങ്കിലും ഒപ്പന മതവിഭാഗത്തിന്റെയാണ്. ഈ മൂന്ന് കളികൾക്ക് എന്റെ കണ്ണിലേട്ടോ സാമ്യത ഉണ്ട്. ഈ മൂന്നും വട്ടത്തിൽ നിന്നിട്ടാണ്. ഒപ്പനയും ശരിയാണ്, മണവാട്ടീനെ അധികം ഒപ്പനയുടെ സ്റ്റെപ്പുകൾ വട്ടത്തിലാണ്, തിരുവാതിരക്കളി വട്ടത്തിലാണ്, മാർഗംകളി വട്ടത്തിലാണ്. അതായത് ഇവര് ആസ്വദിക്കുന്നു, കളിക്കുന്നവർ ആസ്വദിക്കുന്ന കളിയാണ് ഇത് മൂന്നും. അതല്ലാണ്ട് ഇത് കാഴ്ചക്കാർക്കുള്ള തിരിഞ്ഞു മിക്കവാറും ഇതിന്റെ സ്റ്റെപ്സ് ഒക്കെ പുറം തിരിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ എന്താ വെച്ചാൽ ഇത് ഇവര് തമ്മിലുള്ള പെണ്ണുങ്ങൾ തമ്മിലുള്ള ഒരു ചിലപ്പോ ഊണ് കഴിഞ്ഞിട്ട് ഇരുന്ന് ചിലപ്പോ കുറച്ചേരം ഒപ്പന കളിക്കാം, കുറച്ചേരം മാർഗംകളി കളിക്കാം. അങ്ങനെ എനിക്ക് അതിന്റെ സിറ്റുവേഷൻസ് ഒന്നും അറിയില്ല. എന്തായാലും തിരുവാതിരക്കളി ആയാലും അല്ലെങ്കിൽ കൈകുട്ടിക്കളി, അതിന്റെ സ്റ്റൈലൊക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങിയപ്പോ പിന്നെ നമ്മുടെ തനതായ ശൈലിക്കൊന്നും കിട്ടാണ്ടായി. അതായത് അതിന് വേഷത്തിന് പ്രാധാന്യം കൂടാൻ തുടങ്ങി, മേക്കപ്പിന്. മറ്റേത് ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ല, ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയത് കുട്ടികൾ വെറുതെ ഞങ്ങൾ തന്നെ പുരികൊക്കെ വരച്ചൊരു പൊട്ടും തൊട്ട് കളിച്ച, ബ്ലൗസ് ഇറക്കി തയ്പ്പിച്ച് മുണ്ട് ചുറ്റിച്ച് കളിച്ച ആ വേഷത്തിനും അല്ലെങ്കിൽ ചുവടുകളേക്കാൾ പ്രാധാന്യം അതിനൊക്കെ വരാൻ തുടങ്ങിയപ്പോ ഞാൻ അതെ ഞാൻ പതുക്കെ അതൊന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചാനലിലൊക്കെ. അന്ന് ഏഷ്യാനെറ്റിലോ എന്തിലൊക്കെ ഞങ്ങളുടെ അടി, അതായത് 1.5 ഉടുപ്പിക്കണം എന്നുള്ള ഒരു സമരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് കുട്ടികളെ 1.5 ഉടുപ്പിച്ചിട്ട് അടിപ്പാവട ഇടാൻ പാടില്ല എന്ന്. അപ്പൊ ഈ 1.5 എന്നുള്ളത് അടിവസ്ത്രാണെന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി. അതുപോലും ഇല്ല എന്റെയാണ് ഈ പഠിപ്പിക്കുന്നവര് അപ്പൊ അത് ആരൊക്കെയാ പറയണത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിട്ട് അടിപ്പാവട ഇടാണ്ട് ഈ കുട്ടികളെ കൊച്ചിക്കോലം കെട്ടിച്ചിട്ട് അതൊന്നും പരിചയം ഇല്ലാതെ 1.5 അഴിഞ്ഞു പോവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള്. അങ്ങനെ അതിനൊക്കെ ഭയങ്കര തല്ലൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്നും പറഞ്ഞു അങ്ങനെ നമുക്ക് ന്യായമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോ ഞാൻ തളച്ചു വരും ഭയങ്കരമായിട്ട്. അങ്ങനെ ഓപ്പോളിന്റെ പിന്നെ തല്ലിനോട് സാമ്യമുള്ള ഒരു വേറെ ചോദ്യം ചോദിച്ചോട്ടെ. ഓപ്പോളിന് അറിയാലോ, ഞാൻ ആരോടെങ്കിലും ഒന്ന് വഴക്ക് കൂടിയിൽ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മുടെ RBR ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നിസ് ആയിരിക്കും. ആരെ കിട്ടിയില്ലെങ്കിൽ സുനിയേട്ടനെ ഞാൻ പിടിക്കും. എനിക്ക് ഒന്നെങ്കിൽ ചെറിയ തല്ലില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സീരിയസ് ആയിട്ട് ആരോടെങ്കിലും ഓപ്പോള് വഴക്ക് കൂടിയിട്ടുണ്ടോ? അതായത് നമ്മുടേത് എന്ന് ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ തിരുത്താറുണ്ട്. അല്ലാതെ തിരുത്തലിന് വേണ്ടിയിട്ട് ചിലപ്പോ തല്ല് വരെ ചെയ്യാറുണ്ട്. അടി വരെ കൊടുക്കാറുണ്ട്. അല്ല നല്ല അടിനെയോ നല്ല അടി കിട്ടിയവര് പറയണ നല്ല സ്ട്രോങ് ആണ്. അതെനിക്ക് മനസ്സിലായി. അതൊരു ഓപ്പോളിന്റേതായിട്ടുള്ള ഒരു സ്നേഹത്തില് ഞാൻ പറഞ്ഞ സമൂഹത്തിൽ എതിർക്കണമെന്ന് തോന്നി അത് റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലല്ലോ. ഞാൻ മനസ്സിലായി. അല്ല ഒന്നും വേണ്ട അല്ലെ, ഞാൻ എന്റെ വണ്ടി ഇങ്ങനെ പതുക്കെ പൊക്കോട്ടെ. എനിക്ക് തോന്നുന്നു അമ്മയൊക്കെ അങ്ങനെയാണ്. വളരെ അമ്മയുടെ മുഴുവൻ എന്താ ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഞാൻ പറയണില്ല കേട്ടോ. പക്ഷെ ആ സ്ഥലത്ത് നമ്മ അങ്ങോട്ട് വിഡ്രോ വേണ്ട. നാലാൾ ഇന്ന് കുറ്റം പറയുകയാണെങ്കിൽ അമ്മ അതിന്റെ ഇടയിൽ നടുവിൽ വന്നിരിക്കും. ഞാൻ അതൊക്കെ ഞാൻ മിടുക്കത്തിയാട്ടോ അതിനൊക്കെ അമ്മ ആ സ്ഥലത്ത് നിന്ന് മാറും. പിന്നെ അമ്മ പറയാറുണ്ട്, നമ്മളോട് എങ്ങനെയാണ് ഒരാള് പെരുമാറണം നമ്മൾ ആഗ്രഹിക്കണം അതേപോലെ അവരോട് എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. വെറുതെ അടി ഉണ്ടാക്കാനുള്ള ഒരു സ്വഭാവം ഇല്ല. ഇപ്പൊ പ്രത്യേകിച്ചും ഞാൻ അങ്ങനെയുള്ള സ്പേസുകൾ എനിക്ക് ചിലപ്പോ അത്ര ഇഷ്ടമുള്ളവരാവാം. പക്ഷെ എനിക്ക് ചിലപ്പോ ഉഷയുടെ അല്ല ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉഷയുടെ മാറും. ഞാൻ പിന്നെ തെറ്റൊന്നുമില്ല. പക്ഷെ വിളിച്ചാ ഫോൺ എടുക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നമായിട്ടുള്ള ഒരു അടുപ്പം അങ്ങനെ കുറയ്ക്കും. പിന്നെ അത് എനിക്കൊരു ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നു. പിന്നെ ഞാനതിന്റെ മുറിച്ചിടും.
പറ്റില്ല എനിക്ക് സംസാരിക്കാൻ. മനസ്സിലായി. അതായത് വഴക്കുണ്ടാക്കാനുള്ള അവസരം മാറ്റിയിട്ട് അവരെ അങ്ങ് ജീവിതത്തിൽ നിന്ന് പതുക്കെ വേദനിപ്പിക്കാതെ നണ്ടോ അപ്പൊ വഴക്കുണ്ടാക്കാനുള്ള പരിപാടി ഓപ്പോൾ അളിയിലില്ല കേട്ടോ. നമ്മള് ചിലരോട് എങ്ങനെയാണ്, നമ്മൾ എത്ര ആഗ്രഹിച്ച് വഴക്കുണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് അവരുടെ മുഖം കാണുമ്പോ, അവരുടെ ഒരു ചിരി കാണുമ്പോ അല്ലെ നമ്മളത് മറന്നു പോകുന്നത് സത്യമാണ്. ഓപ്പോളെ ആ ഒരു സ്വഭാവം തന്നെ തുടർന്ന് പോവുക. തീർച്ചയായിട്ടും മാതൃകയാക്കേണ്ട ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. അപ്പൊ അത് പറയട്ടെ, സ്വഭാവം എന്താണെന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് തിരുത്താൻ ശ്രമിച്ച ഒരു സ്വഭാവമുണ്ട്. ഓപ്പോളിന്റെ ചാനലൊക്കെ എന്താ പറയാ, നമ്മൾ അത്രയും ആഗ്രഹത്തോടെ സ്നേഹത്തോടെ കാണുന്നതാണ്. നിങ്ങൾക്ക് അറിയാലേ. എന്നിട്ട് ഞാൻ ഇന്നിപ്പോ എന്റെ മകൻ ഇനി കുറച്ച് ദിവസം ഓപ്പോളിന്റെ കൂടെ ഉണ്ടാവും. അവനിപ്പോ PG കഴിഞ്ഞിട്ട് അവന് ട്രെയിനിങ്ങിന് ഓപ്പോളിന്റെ കൂടെ വരികയാണ്. അപ്പൊ രസം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാനിങ്ങനെ അവനൊരു വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോ റൌഫാണ് വണ്ടി ഓടിക്കണത്, ഞാനുണ്ട് അവനുണ്ട്. അപ്പൊ ഓപ്പോള് സംസാരിക്കുന്നുണ്ട് സീനിയർ, പക്ഷെ ഓപ്പോളിന്റെ സൗണ്ട് എനിക്ക് കേൾക്കണം, മൊത്തം ചീവീടും ബഹളും. അപ്പൊ റൌഫാനോട് പറയുന്നുണ്ട്, ഓപ്പോള് മൈക്ക് വെച്ചിട്ട്. ഞാൻ പറയടാ, ഒരു നീണ്ട മൈക്ക് ഉണ്ട്, അവിടെ എവിടെയെങ്കിലും ഇല്ല, ഇവിടെ ഒന്നും മൈക്കൊക്കെ എവിടെയോ ആണ്. അതാണ്. അപ്പൊ ഞാൻ അതായത് എല്ലാ കാലിബറും ഉണ്ട് ഓപ്പോളിന് അറിയുന്ന അത്രയും പാചക വിധികള്, അതിന്റെ ടിപ്പുകള്, കൈപുണ്യം എല്ലാം അങ്ങേറ്റുള്ള ഒരാള്. ചാനലിൽ എന്തിട്ടാലും കാണാൻ ആഗ്രഹത്തോടെ നോക്കിയിരിക്കുന്ന ഒത്തിരി പേരുള്ളപ്പോ ഓപ്പോളിന്റെ ഈ ഉഴപ്പ് എനിക്ക് ഇഷ്ടമില്ല. ഓപ്പോൾ കൃത്യമായിട്ട് വീഡിയോ ഇടില്ല. അതെ, വീഡിയോ കൃത്യമായിട്ട് അതന്നെ. അതായത് ഓപ്പോളിന് അതുകൊണ്ട് ഗുണമില്ലെങ്കിലും അത് കാണുന്ന എത്രയോ പേർക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടെന്നുള്ള കാര്യം ഓപ്പോള് മറക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ തിരുത്താൻ പരമാവധി ഒരു 10-20 ദിവസം ഓപ്പോൾ എന്റെ കൂടെ ഹാർമണിയിൽ ഉണ്ടായിരുന്നു. കുറെ ഞാൻ ശ്രമിച്ചു, കുറെ മാറ്റി. ഫേസ്ബുക്ക് അങ്ങനെയാണ് തുടങ്ങിയത്. ഏകദേശം ഒരു 100 വീഡിയോസ് മുറിച്ച് നമ്മൾ ഇട്ടു. എല്ലാം ചെയ്യാന്ന് വാക്കൊക്കെ പറഞ്ഞിട്ട് പോകും. എന്നിട്ട് ഞാൻ വിളിക്കും, ഉഷമോള് ഞാനത് ചെയ്തില്ല. അപ്പൊ ഇതൊന്ന് തീർച്ചയായിട്ടും അപ്പൊ ആരെങ്കിലും ഇതെല്ലാം ചെയ്യാൻ പാകത്തിന് ഓപ്പോളെ ഒരു തട്ട് കേടും ഇല്ലാതെ കൊണ്ടെടുക്കാൻ പോകുന്ന ഒരാൾ ഇനിയെങ്കിലും ഓപ്പോളുടെ കൂടെ വേണമെന്ന് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എന്താ പറയാ, എല്ലാ രീതിയിലും ഓപ്പോളിനെ വലം കൈ ആയിരിക്കാൻ ആരെങ്കിലും ആഗ്രഹമുണ്ട് ഇവിടെ ഒന്ന് കമന്റ് ചെയ്തോട്ടോ, നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ പാചകത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓപ്പോള് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ട്. അതായത് മോഡേൺ സാധനങ്ങൾ ചേർന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ക്യാപ്സിക്കോ ഒക്കെ വെച്ചൊരു സലാഡൊക്കെ ഉണ്ടാക്കണേ ഞാൻ കണ്ടല്ല, പച്ചക്ക് ഇല്ലേ. മോഡേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, മോഡേൺ എന്ന് പറഞ്ഞാൽ മോഡേന്റെ നാടൻ രൂപം, ഒരിക്കലും മോഡേൺ അല്ല കേട്ടോ, മോഡേന്റെ നാടൻ രൂപം. ഞാനും ഓപ്പോൾക്ക് ഏറ്റവും ആസ്വദിച്ച് കഴിക്കുന്ന ഫുഡ് ഏതാണെന്ന് എനിക്കൊന്നറിയണം. പിന്നെ ഓപ്പോൾ ഉണ്ടാക്കുന്നതിൽ മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിക്കുന്ന എന്താണെന്ന് അറിയാം. ആദ്യം പറഞ്ഞു, ഓപ്പോളിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? ചോറിന്റെ കറി പറ. ചോറ്, സാമ്പാർ, പപ്പടം അല്ലേ? കൊളസ്ട്രോൾ എത്രയാണ് മുത്തേ? കൊളസ്ട്രോൾ ബോർഡർ. ആയിക്കോട്ടെ, പപ്പടം ഇങ്ങനെ അടിച്ചു പൊളിച്ച് തിന്നുണ്ടല്ലോ, അതാണ് കായപ്പരി. അത് നമ്മുടെ മെഴുക്കുവരട്ടി അല്ലേ, കടുമാങ്ങ. എത്രയായാലും നിർത്താൻ പറ്റില്ല. സമ്മതിച്ചു. എന്നാ ഓപ്പോൾ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഓപ്പോള് ഇവിടെ വന്നാൽ നേരെ ഇലയാണ്. ഇലയില് കുറെ ചോറിന്. ഇപ്പൊ എനിക്ക് ഉറക്കം വന്ന് വീഴുക, കാരണം ഇവിടെ വന്ന ഒരു വണ്ടി മാമ്പഴ പുളിശ്ശേരി തിന്നിട്ടാണ് ഞാൻ ഇരിക്കണത്. അപ്പൊ ഓപ്പോൾ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല നിറച്ച് കറികളുമായിട്ടുള്ള ഒരു സദ്യ. അത് നിറച്ച് പറഞ്ഞാൽ ഒരുപാട് കറി ഉണ്ടാകും, 3-4 ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളൊരു 14 കൂട്ടം തിന്ന അത്രയും നമുക്ക് മനസ്സും വയറും നിറയും. അത് കഴിഞ്ഞിട്ട് ഓപ്പോളിന്റെ ഒരു പായസം ഉണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇന്ന് ഇവിടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ പുറമേ നിന്ന് വരുന്നവർക്കൊക്കെ ഏറ്റവും ഇന്നതാണ് ഓപ്പോളെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഉപ്പിലിട്ടതുകള്, ഇഷ്ടം പോലെ അല്ലേ. എല്ലാവരും ഭയങ്കര ആരാധനയാണ്. ആരാധന മാത്രമല്ല കേട്ടോ, ഇവിടുന്ന് മാങ്ങാക്കാലായ ഉടനെ എന്റെ കെട്ടിയോനും മക്കളും ഒക്കെ വിളിയാണ്, ഓപ്പോളെ ഞങ്ങളുടെ ഓരോ കുപ്പികള് പല വലിപ്പം വരുന്നവർക്കൊക്കെ കോംപ്ലിമെന്റുമാരി ഇങ്ങനെ കൊടുക്കും. പാത്രം, ഈ പായസ പാത്രം അല്ലേ, അത് വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ പായസം കൊണ്ടുവന്നിട്ടുണ്ട്, അല്ല പാത്രം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഓപ്പോ അടുത്ത് വരുമ്പോ ഏറ്റവും കൂടുതൽ ഞാൻ ചുമന്നുകൊണ്ട് വരും ഓപ്പോൾ എനിക്ക് തന്നിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളാണ്. അതിന്റെ അകത്തൊക്കെ ആര് വന്നാലും, ഇപ്പൊ നിസ് ഇവിടുന്ന് വരുമ്പോഴും അയൽപക്കമാണ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അച്ചാറുകൾ, പായസം, കറികൾ വരെ ഓപ്പോണ് കൊടുത്തോണ്ടാണ്. അപ്പൊ ഓപ്പോളിന്റെ രുചി അറിയാൻ വേണ്ടി ഒത്തിരി പേര് ഇവിടെ സിനിമാക്കാരടക്കം വരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ ഓപ്പോളിന്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂടുതൽ ഓടി വരാറുള്ള ആരാണ്? നാണം കെടുത്തല്ലേ. അതല്ല ഞാൻ പറഞ്ഞത്, കുറച്ചൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള നമ്മുടെ
പഴയ എന്താ പറയാ യദു വരാറുണ്ട്. യദു ഇത് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യാതെ ഒത്തിരി യദുവാണ് ഫസ്റ്റ് എനിക്ക് എന്റെ ചാനലില് ഒരു ലെവല് എന്താ പറയാ ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്ന് പഴയിടത്തിന്റെ അല്ലെ പഴയിടല്ലേ പഴയിടത്തിന്റെ മകൻ പുള്ളി എനിക്ക് തോന്നാറുണ്ട് പുളിശ്ശേരി വെച്ചിട്ട് പുള്ളിയുടെ ചാനലിൽ തന്നെ ഏറ്റവും ഹൈക്കായിട്ട് നിൽക്കുന്ന വീഡിയോസ് ഒന്ന് പിന്നെ മറ്റേ ചാന്ദിനിയും ഷാജുവും അവര് സ്ഥിരം കാണാറുണ്ട് അല്ലേ അങ്ങനെ. ഇർഷാദ് വരാറുണ്ട്. പിന്നെ പണ്ടൊക്കെ ഒരു കുറച്ച് മദാമേ സായിപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കിയ വീഡിയോ അത് ഇല്ല ഈ അടുത്തുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട് ഉണ്ട് ബൈജു, എന്റെ കസിന്റെ ഫ്രണ്ടാണ്, ഇപ്പൊ എന്റെ ഫ്രണ്ടാണ് ബൈജു, എറണാകുളത്താണ്. അങ്ങനെ എന്നോട് വരട്ടെ വെച്ചു വന്നോളൂ പറഞ്ഞു. അവർക്ക് എങ്ങനെ ഈ വിദേശത്തുനിന്ന് വരുന്നവർക്ക് നമ്മളോടുള്ള ഇഷ്ടം എങ്ങനെയാണ്? അതാ ഞാൻ പറയണത്. അത് ഞാൻ വിചാരിച്ചു ഇലയൊക്കെ വെച്ച് വിളമ്പി പുറത്ത് അടുക്കളയിൽ കേട്ടോ, അത് കയറ്റാത്തോണ്ടല്ല കേട്ടോ, എല്ലാവരും അത് കയറ്റി വെച്ചത് പറഞ്ഞിട്ടുണ്ടാക്കി പേടി എന്തെങ്കിലും പറയാം. അപ്പൊ അവിടെ ഇരുന്ന് നിലത്തിരുന്ന് കഴിക്കുന്നതിന്റെ ഒരു സുഖം ഞാൻ ആ മേശ ഇട്ടിട്ട് ചെറിയ ചെറിയ സ്റ്റൂളുകൾ ഇട്ടു, എന്നിട്ട് ഇല വെച്ചു. അതേമാതിരി സാമ്പാറും ഓലനോ കാളനോ എന്തൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ആക്ക് എല്ലാം കൊടുത്തു. ഞാൻ വിചാരിച്ചു സരസൊക്കെ അന്ന് സരസുല്ലേ, എന്റെ സരസുണ്ടായിരുന്നു, ഇതൊക്കെ ചെഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നതായിരുന്നു. ഒക്കെ ബാക്കി വെക്കുന്നുള്ളത്. അവരുടെ ഒരു സിസ്റ്റം അതാണോ എനിക്കറിയില്ല, ഇഷ്ടമാണോ എന്താ അറിയില്ല. നീറ്റ് അവര് നമ്മളെ പോലെ അല്ല, ഒന്നും ബാക്കി വെച്ചില്ല. അറിയില്ല നമ്മളെ പോലെ എന്ന് പറയണ്ട. ഇവിടെ വന്നിട്ട് ആ ഇല മാത്രം ഉണ്ടാക്കിയത് പിന്നെ എന്റെ ഫ്രണ്ടാ, മോളെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഹംഗറിയിലുള്ള കുട്ടി, പട്ടാമ്പിയാണ് അവരുടെ അച്ഛൻ്റെ. ശരിക്കും നമ്മളെക്കാൾ കൂടുതലൊക്കെ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അല്ലേ? അതാണ്. എനിക്ക് ഇംഗ്ലീഷൊക്കെ വളരെ എന്റെ തുച്ഛാണ് ഇംഗ്ലീഷ്. പക്ഷെ ഞാൻ അതുകൊണ്ട് ഇടിച്ചു നിന്നു എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കലൊക്കെ പറഞ്ഞ്. നമ്മൾക്ക് സ്നേഹം കൺവേ ചെയ്യാൻ ഭാഷ വേണം. വേണ്ടല്ലോ, അത് അതിന്റെ ഒരു ആവശ്യം ഇല്ല. ഇല്ല. ഒത്തിരി സൗഹൃദങ്ങള്, അതിപ്പോ ഇന്നടത്ത് എന്നൊന്നും ഇല്ല കേട്ടോ, ഇന്ന ആളെന്നില്ല. ഒത്തിരി സൗഹൃദങ്ങൾ. സത്യത്തില് നമ്മൾ ഓപ്പോടെ കൂടെയൊക്കെ യാത്ര ചെയ്ത് നമ്മൾ വെറുത്ത് പോകും. എന്താണെന്നറിയോ, ഫോണ് ആർക്ക് എന്ത് അല്ല ഈ പറയുന്നത് എനിക്ക് പറയാനുള്ള റൈറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ വിളിച്ചിട്ട് മണിക്കൂറുകളോളം പരാതി പറയും, ചിലപ്പോ കരയും, ചിലപ്പോ സങ്കടം സന്തോഷം ഒക്കെ ഞാൻ പ്രകടിപ്പിക്കും. അത് ഞാൻ മാത്രമല്ല കേട്ടോ, എത്രയോ പേര്. ഇപ്പൊ ഞാൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ ഞാൻ ഇവിടെ വന്നിട്ട് അടുക്കളയിൽ കയറി ഭക്ഷണം കഴിച്ച് ഒക്കെ കഴിയുമ്പോൾ ഉപ്പയുടെ ഫോണാണ്. എന്താന്ന് വെച്ചാൽ ഓരോരുത്തര്, അതായത് ആ ഒരു അടുപ്പുണ്ടല്ലോ, എന്ത് നമുക്ക് ഞാൻ ബ്രേക്ക് ചെയ്യല്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത്രയും പറ്റാതെ തോന്നിയാ നിങ്ങൾ പതുക്കെ വിഡ്രോ ചെയ്യാ, അത്രേ ഉള്ളൂ. അതെന്താ അറിയോ, എനിക്ക് കൊറേ എന്റെ ഒരു എത്തിക്സ് എന്ന് പറയില്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണത്. ഇല്ല, അങ്ങനെയുള്ള സൗഹൃദങ്ങളൊന്നും ഇനി ഇടിച്ചു കയറി വരാതിരിക്കട്ടെ. ഇത്രയും വിലപ്പെട്ട ഒരാളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നിർഭാഗ്യം അവർക്കും ഇല്ലാതിരിക്കട്ടെ. ശരി. അപ്പോൾ അപ്പൊ ശുദ്ധമായിട്ടുള്ള വേറെ ഒന്നും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞവർക്കായാലും എന്ത് വിഷമം വന്നാലും ചെയ്യും. അത് വേറെ കാര്യം. അത് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു മനസ്സിന്റെ വലിപ്പത്തിന്റെ സ്വഭാവത്തിന്റെ വലിപ്പത്തിന്റെ അവിടെ ഒന്നും നോക്കാറില്ല. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ തൊടിയിലേക്ക് വലിയൊരു മുറവായിട്ട് ഇറങ്ങണ കാണാം, അത് നിറച്ചിങ്ങനെ കൊണ്ടുവരണ കാണാം. ഇതിന്റെ ഒക്കെ ഇടയിൽ കൂടെ എങ്ങനെയാണ് ഈ അതിനും കൂടി ഉള്ളൊരു സമയം കിട്ടുക? അതോ ഇവിടെ എല്ലാവരും സഹായിക്കണതേ? പച്ചക്കറിയുടെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ റിട്ടയർ ചെയ്ത മാഷെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ ഭർത്താവ് കേട്ടോ. റിട്ടയർ ചെയ്തതിനു ശേഷം പച്ചക്കറി കൃഷി പുള്ളി ഏറ്റെടുത്തു അല്ലെ? ആള് വരും, ഉണ്ണിയേട്ടുണ്ട് കളയ്ക്കാനൊക്കെ വരും. എന്നാലും പക്ഷെ നമ്മളൊന്നും ഒരു യൂറിയയില്ല, ഒന്നുമില്ല. നമ്മള് ചാണകപ്പൊടി. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾക്ക് വഴുതനങ്ങ ഞാനും വീട്ടിലുണ്ടാക്കണാണ്. പക്ഷെ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ വഴുതനങ്ങ ഉപ്പേരിയായിരുന്നു. ഞാൻ എന്നിട്ട് ഇതെന്താ മഷ്റൂം ആണോന്ന് ഒരു അത്ര ടേസ്റ്റ് ആയിരുന്നു. അത് ഇങ്ങനെ തൊടിയിൽ നിന്ന് പറിക്കുക, ഉണ്ടാക്കുക. കൈപ്പുണ്യം മാത്രമല്ല നല്ല സാധനം കിട്ടണം നമുക്ക്, അല്ലാണ്ട് കാര്യമില്ല. വെണ്ടയ്ക്കൊക്കെ ഉപ്പേരി വെച്ച് നല്ല സ്വാദാണ്. അതെ, പച്ചയ്ക്ക് നമ്മൾ തിന്നു. ഞാൻ തിന്നാറുണ്ട്. ഞാൻ തൊടിയിൽ നിന്ന് പൊട്ടിച്ചിട്ട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞോണം ഒരു വെണ്ടയ്ക്ക തിന്നാറുണ്ട്.
അപ്പൊ അതുപോലെ തന്നെ ഇവിടെ കൃഷിയും എന്താ പറയാ മാവും മാത്രല്ല കേട്ടോ, ഭയങ്കര എനിക്ക് തോന്നുന്ന ഓപ്പോളതിന് 2 or 3 വീഡിയോ ചെയ്തു. ഓപ്പോളിന് ഭയങ്കര പെറ്റായിട്ടുള്ള ഒരു പൂച്ച ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഒളിച്ചോടി പോയി, അല്ലാതെ പിന്നെ തിരിച്ചു വന്നു അല്ലെ, പിന്നെ ഇപ്പൊ അത് മരിച്ചുപോയി. ഇപ്പൊ വേറൊരാളുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും വരുമ്പോ എനിക്ക് പേടിയില്ല, 2 പേരുണ്ടായിരുന്നു, വലിയ 2 പട്ടികള്, അവര് മരിച്ചുപോയി. ഇപ്പൊ അല്ലെ. അപ്പൊ അതിൽ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇവർക്ക് എല്ലാവർക്കും ഇവിടെ ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം, സ്പേസ് ഉണ്ട്. അതാണ് ആളുകൾ വന്നാലുണ്ട്, മൃഗങ്ങൾ വന്നാലുണ്ട്, എല്ലാവർക്കും പേരും അറ്റാച്ച്മെന്റും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അപ്പൊ ഇനി നമുക്ക് തിരിച്ച് ചാനലിലേക്ക് വരാം. ഇപ്പോളെ ഈ ചാനല് ശരിക്കും തുടങ്ങാനുള്ള കാരണം എന്താ? നല്ല എടുത്തടുക്കള എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങാനുള്ള കാരണം ബഷീറാ. അതിന്റെ ഇടയിലൊന്ന് ഞാൻ ഇടപെടുകയാണ്. ഓപ്പോളിന്റെ ചങ്കാണ് ബഷീർ, നമ്മുടെ മായ ദർപ്പണ ഉണ്ട്, പിന്നെ ഒരുപാട് നമ്മുടെ മഞ്ജു വാര്യരുടെ ഒക്കെ നല്ല അടിപൊളി ഫോട്ടോസ്. അങ്ങനെയാണ് ഫസ്റ്റ് മഞ്ജുവിന്റെ ഫോട്ടോ എടുത്തിട്ടാണ് ഞാന്. മഞ്ജുവിന്റെ ടീച്ചർ എന്റെ സുഹൃത്താണ്, എന്റെ ടീച്ചറാണ്, ഗീത ടീച്ചർ, ഗീത ഗീച്ചി. അപ്പൊ ഇങ്ങനെ ഗീച്ചിയാണ് ഫസ്റ്റ് പറയണത്, എടി ഇവിടെ ഒരു ബഷീർ പട്ടാമ്പിയിൽ അങ്ങനെ അന്വേഷിച്ചിട്ട് ബഷീറിനെ കിട്ടാൻ. പുരാച്ചിപ്പടിയിലൊരു ബഷീർ ഉണ്ടാവുക. അത് ശരി, അത് തന്നെയാണ് ആള്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പയ്യൻ. ഇപ്പൊ എനിക്ക് എന്താ വെച്ചാ ഞാൻ പറയും മൂത്ത മോനാണ്. അതെ, തീർച്ചയായിട്ടും ബഷീർ വലിയ ആള്, അതിന്റെ താഴെ കുഞ്ചു, അതിന്റെ താഴെ സുബു. അത്രമാത്രം ഈ വീട്ടിനോട് ബഷീർ ഭാര്യ വർഷയാണ്. അവരുടെ കല്യാണത്തിലും കുട്ടിയുടെ ചോറൂണിനും എല്ലാത്തിനും കല്യാണത്തില് ഞാൻ ഇല്ല, കല്യാണത്തിന് ഒളിച്ചോടിയതാണ് അല്ലേ? അതെനിക്കറിയില്ലായിരുന്നു. അതങ്ങനെയാണ്, ഒരു കല്യാണമായിരുന്നു. ഭയങ്കര സ്നേഹത്തോടെ അതെനിക്കറിയില്ലായിരുന്നു. മാത്രം മറച്ചു വെച്ചു, പേടിച്ചിട്ടോ എന്താ അറിയില്ല. എന്തായാലും അപ്പൊ ബഷീറാണ് തുടങ്ങാൻ. ഒരു ബഷീർ വർഷം കൂടിയ കൊറോണ കാലത്ത് വന്നപ്പോ അന്ന് ചക്കൊണ്ട് പുളിശ്ശേരി ഉണ്ടായി, പഴുത്ത ചക്കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് കിട്ടിയാലും വെക്കുന്ന ഒരു ടൈമായിരുന്നല്ലോ, സാധനങ്ങൾ കിട്ടാനില്ലല്ലോ. അപ്പൊ ബഷീർ വെച്ചു നമുക്കത് യൂട്യൂബിൽ ഇട്ടാലോ വെച്ചു. അപ്പൊ അതുവരെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് ഈ യൂട്യൂബ്, ഇതിനുള്ള ഇത്രയും കൊറോണ കാലമായപ്പോ കാണാൻ തുടങ്ങിയായിരുന്നു യൂട്യൂബിൽ ഓരോന്നൊക്കെ, കൂടുതൽ കാണാൻ തുടങ്ങി. നമുക്ക് വീട്ടിലിരിക്കല്ലേ. അതിനു മുമ്പ് അനുമോള് എന്റെ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, സിനിമ നടിയല്ലേ. അതെ, അവള് ഇവിടുത്തെ ഫുഡിന്റെ ഒരു ഭയങ്കര ഫുഡ്, കടുമാങ്ങ ഞാനൊക്കെ മാറ്റി വെക്കും. ചിപ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ ഉപ്പ് അധികം ചെന്നാൽ അവൾക്ക് ഉപ്പ് പറ്റില്ല, ഉപ്പ് അലർജി ഉണ്ട്, കണ്ണൊക്കെ ഇങ്ങോട്ട് തടിച്ചതാവും. അപ്പൊ അവള് വരുമ്പോ ചിലപ്പോ കുറെ സാധനങ്ങളൊക്കെ മാറ്റി വെക്കലൊക്കെ ഉണ്ട്, എന്നാലും അവള് കഴിക്കും. അങ്ങനെയാണ്. അപ്പോ അനുവൊക്കെ ക്ലാസ്സിന് വരുന്ന സമയത്ത് വീഡിയോ എടുക്കും. ഇപ്പൊ ഒരു 8-9 കൊല്ലം മുമ്പത്തെ കാര്യം കേട്ടോ പറയണേ. അപ്പൊ വീഡിയോ എടുക്കുമ്പോ, അതായത് പ്രാക്ടീസ് ചെയ്യണ വീഡിയോ, എന്നിട്ട് എന്നോട് പറയും, ടീച്ചറെ നമുക്കത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിടാം. എന്നിട്ട് അപ്പൊ ആരും പ്രൈവറ്റ് ആക്കിയിട്ട് ആരും കാണില്ല. എനിക്കപ്പോ പേടിയാട്ടോ. എന്താ വെച്ചാൽ ചിലപ്പോ നമ്മള് പഠിപ്പിച്ചു കൊടുക്കാൻ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യില്ല, പൊട്ട തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടാവും. വേണ്ടട്ടോ, വേണ്ട, അങ്ങനെ ആരെങ്കിലും കണ്ടില്ല, കാണില്ല. ഞാനിത് ആർക്കെങ്കിലും അയച്ചു കൊടുത്താലാണ് ഇത് കാണുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ യൂട്യൂബിലിട്ട് എല്ലാവരും കാണുന്നതാണ് ധാരണ. പിന്നെ ഞാൻ പിന്നെ അൺലിസ്റ്റ് ചെയ്യാന്നൊക്കെ പറയാനൊക്കെ തുടങ്ങിയത്. എനിക്ക് തന്നെ അത്ഭുതമായി, അയ്യോ അതെന്താ അങ്ങനെ. അല്ല, ബഷീറാണത് അന്ന് ധൈര്യം കിട്ടി. അതെ, അന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയാൻ കുറെ കഷ്ടപ്പെട്ടു. ഫസ്റ്റ് കൊറേ പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റുന്നില്ല, നമസ്കാരം. ആ ചാനലിനുണ്ട് ഫസ്റ്റിലത്തെ വീഡിയോയിൽ. അതൊക്കെ നമ്മുടെ വീഡിയോ ഭയങ്കര കോമഡി നമ്മള് ഒന്നും കളയില്ല കേട്ടോ. കാരണം നമ്മൾ ഇവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അത് എനിക്ക് തോന്നുന്നു വിഷുവിന്റെ ടൈമിലാണ്. എന്നിട്ട് അപ്പൊ വിഷുവിനോടനുബന്ധിച്ചൊരു അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. അതായത് ഞാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് എല്ലാവരും കാണണം. അത്രമാത്രം എന്താ പറയാ, മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാനും അല്ലെ. അത് ഒരു സംശയമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. 6-7 സിനിമ ചെയ്തു. 7 ചെയ്തു സിനിമകള്. കുറെ കാലമായി 6-7 പറയാൻ തുടങ്ങി. ഇപ്പൊ അല്ല, റിലീസ് ആവാത്ത സിനിമ തന്നെ ഉണ്ട്. അപ്പോ അല്ല, അതിനേക്കൊക്കെ കൂടുതൽ. പിന്നെ അത്രയെന്ന് പറഞ്ഞിട്ടുള്ള ആൽബം, ഫസ്റ്റ് ചെയ്ത ആൽബം, അത് റഫീഖ അമ്മാന്റെ കവിത. അതല്ലാതെ പിന്നെ ഒരു അൽഷിമേഴ്സ് ഉള്ള ഒരു, സുദീപിന്റെ, അത് ഭയങ്കര ഹിറ്റായതാണ്. അതും ഹിറ്റായതാണ്. പിന്നെ അതേമാതിരി ഒരു അമ്മയും മകനും കൂടിയുള്ള ശ്രീനാഥ്, പാട്ടുകാരൻ ശ്രീനാഥ് ഉണ്ട്. ശ്രീനാഥിന്റെ അമ്മ അതുണ്ട്. അത് ആട്ടങ്കലാസമിതിന്റെ ഒരു
ഇതാണ് എന്താ ആഡാണ് ഉം, ശരിക്കും. ഉം. ഒരു തീം വൈസിൽ അവർ ചെയ്തതാണ്. ഇത് എന്താ പറയാ ഒരു അമ്മ മകൻ കൺസെപ്റ്റിൽ ചെയ്തതാണ്. ശ്രീനാഥ്, പാലക്കാട് ശ്രീനാഥ് ഉണ്ട് പാട്ടുകാരൻ. ശ്രീനാഥിന്റെ അമ്മയായിട്ടാണ് ചെയ്തത്. അത് കുറെ പേര് ഇപ്പോഴും, പക്ഷെ ഞാനന്ന് അറിയൂല ആ, പലർക്കും. അറിയില്ല, ഭയങ്കര സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നതാണ്, മദേഴ്സിലേക്കൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നതാണ്. അതുപോലെ ഓപ്പോളിന്റെ മുഖചിത്രം 2-3 പേര് ആ ഐഡിയ ആയിട്ട് വെച്ചിട്ട് ഐഡിയ ആയിട്ട് ഞാൻ ഇതെന്തത് അല്ലേ. അപ്പൊ ശരിയാണ്, ഒരു സിനിമയിൽ അഭിനയിച്ചതിനേക്കാൾ അല്ലെങ്കിൽ ഒരു നർത്തകി, പാട്ടുകാരി, അതിനേക്കാൾ കൂടുതലായിട്ട് ഓപ്പോളിനെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ അടുക്കള വീഡിയോസ് തന്നെയാണ് കയറി പോണത്. അല്ലാതെ തീർച്ചയായിട്ടും, ട്രാവൽ വീഡിയോ ഒന്നും ഉണ്ട്. അല്ല. അല്ല, ട്രാവൽ വീഡിയോ ഞാൻ അങ്ങനെ ഒന്നും ഒട്ട് ചെയ്യണമില്ല കേട്ടോ. നമ്മളത് ആസ്വദിക്കാൻ വേണ്ടി യാത്ര അല്ല, പോകുന്നു, നമ്മുടെ ഒരു ആസ്വദിക്കാൻ മെമ്മറിക്ക് വേണ്ടി ഇടുന്നു. മെമ്മറിക്ക് വേണ്ടിട്ട് അത് ഞാൻ എന്താ വെച്ചാൽ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഇന്നും അവിടെ ഉണ്ടാവില്ല. കുറച്ച് ഞെക്കും ഡിമെൻഷ്യ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏതോ സ്ഥലം ഇവിടെ പോയിട്ട് പറഞ്ഞ് സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതെ നമുക്ക് ഡാറ്റ സൂക്ഷിക്കണേക്കാൾ എളുപ്പമാണല്ലോ ഇങ്ങനെ തീർച്ചയായിട്ടും ട്രാവൽ വീഡിയോസ്. എനിക്ക് കുറെ ഉണ്ട്. എന്താന്നറിയാ, എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓപ്പോള് പാചകം ചെയ്യുമ്പോ ഓപ്പോളല്ല ഷൂട്ട് ചെയ്യണത്, ആരെങ്കിലും ഏൽപ്പിക്കുകയാണല്ലോ കൂടുതലായിട്ടും. അതുകൊണ്ട് ഓപ്പോൾ അത് ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. ട്രാവൽ വീഡിയോസ് കൂടുതൽ നമ്മൾ തന്നെയാണ് ചെയ്യണത്. അപ്പൊ അതിന്റെ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മളിപ്പോ ട്രാവൽ വീഡിയോസ് തുടങ്ങിയിട്ടും നിസും റൌഫും ആണ് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കാലക്രമേണ അതിന് ഓപ്പോളിനൊരു ഏറ്റവും എളുപ്പ മാർഗമുണ്ട്. എന്നെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ഞാൻ എടുത്തു തരാം. എന്നെ നല്ല ഐഡിയ ആണല്ലോ അല്ലെ. അപ്പൊ ഇപ്പൊ ട്രാവലിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിനോട് അനുബന്ധിച്ച് തന്നെ ചോദിക്കാൻ, ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പോയല്ലോ. ഗൾഫിൽ പോയി, അടുത്ത് തായ്ലൻഡിൽ ഇപ്പൊ പോയി, ഇപ്പൊ ഓസ്ട്രേലിയയില് പോയി അല്ലേ. ഒരു സ്ഥലത്തിലേ പോയിട്ടുള്ളത് അല്ല, വേറെ എവിടെയും കൂടെ പോയിട്ടല്ലോ. 3 സ്ഥലത്ത് പോയി. ഈ ഒരു ട്രാവൽ അനുഭവം ഏറ്റവും കൂടുതൽ എവിടുന്നാ കിട്ടിയത്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാലാവസ്ഥയാണെങ്കിലും എന്താ പറയാ കാഴ്ചകളാണെങ്കിലും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എവിടെയായിരുന്നു? അല്ലെങ്കിൽ ഒരു ട്രാവലർ എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്തത് എവിടുന്നായിരുന്നു? ഫുക്കറ്റ് വല്ലാതെ അങ്ങ് ചെറുപ്പമായി നമ്മുടെ ശരീരവും മനസ്സും അല്ലേ, ഭയങ്കരമായിട്ട് അല്ലേ. അത് ശരിയാ. അവിടുത്തെ ഒരു ക്ലൈമറ്റ് നല്ലത്, പിന്നെ നമ്മൾ പോയ ടീമും നല്ലതായിരുന്നു. നല്ല ടീം തീർച്ചയായിട്ടും വേണം, അത് നല്ലതായിരുന്നു. പിന്നെ ഞാൻ തനിച്ചെന്നല്ലേ. അല്ല, അപ്പൊ എന്റെ ഇടയിൽ വിയറ്റ്നാം എന്തോ പോകണം, വിയറ്റ്നാം വഴി അത് പോയില്ല അല്ലെ. നല്ല ടീമിന്റെ കൂടെയായിരുന്നു വീഡിയോസിൽ. ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്തു. നല്ല രസമായിരുന്നു. ഫുക്കറ്റ് പോയത് ഭയങ്കര രസമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും വിചാരിക്കുക തായ്ലൻഡ് പോകുമ്പോ അതൊരു എന്താ പറയാ അതൊരു അങ്ങനൊന്നല്ല. നല്ല ഏറ്റവും നല്ല രസമുള്ള സ്ഥലം തോന്നുന്നു ഫുക്കറ്റ്. എനിക്ക് അറിയില്ല, വേറെ പോയിട്ടില്ല. തീർച്ചയായിട്ടും അത് ഓപ്പോളെ നമ്മളെ ആളുകള് എങ്ങനെയാണ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നിരിക്കും. അത് ശരിയാണ്. നമ്മളിലേക്ക് എന്ത് വരുന്നു എന്ന് നമ്മൾ നോക്കണ്ടല്ലോ. നമ്മളിൽ നിന്ന് എന്ത് പുറത്തു പോകുന്നു, നമ്മൾ എന്ത് അക്സെപ്റ്റ് ചെയ്യുന്നു മാത്രം പോയാൽ പോരെ. നമ്മൾ നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. ഈ പട്ടായ എന്നുള്ളതാണ് തായ്ലൻഡിനെ മോശമാക്കിയത്. പക്ഷെ പക്ഷെ ഈ തായ്ലൻഡിൽ കാണാൻ എത്ര നല്ല സ്ഥലങ്ങളാണ്. ഞങ്ങളൊരു തായ്ലൻഡിന്റെ ഷോ ഒക്കെ കാണാൻ പറ്റി. പറഞ്ഞു മറ്റെന്താണ് അൽക്കാസർ ഷോ എന്തോ അല്ലേ, അതായത് ട്രാൻസ് ആയിട്ടുള്ള ഒരു ഡാൻസ് ചെയ്യുന്നതല്ലേ. അല്ലല്ല, അത് കണ്ടു. തായ്ലൻഡ് അത് എവിടെ കാണിക്കാൻ പറ്റില്ല, അത് കാണിക്കാൻ പറ്റില്ല, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതായത് തായ്ലൻഡിന്റെ ഫുൾ ഹിസ്റ്ററി എവിടുന്ന് തുടങ്ങി എവിടെയാണ്, അതായത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയില്ല. എന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും എടുക്കട്ടെ വിചാരിച്ചു. നമ്മളല്ലേ കേരളീയരല്ലേ, കള്ളത്തരം കാണിക്കൂലോ. അപ്പൊ ലെസർ എടുക്കാൻ പറ്റിയില്ല. അത് ഞങ്ങള് ചെല്ലുമ്പോ ആ സ്ക്രീന് പ്ലെയിൻ ഒന്നുമില്ല, ഒരു കർട്ടൻ കെട്ടിയിട്ട് നാടകത്തിനൊക്കെ കാണില്ല, അങ്ങനെ സ്ക്രീൻ. പിന്നെ അവിടെ വന്ന കാര്യങ്ങള് പുഴയിന്ന് വെറുതെ പുഴ കാണിക്കല്ല. നമ്മുടെ ഇവിടെ നാടകത്തിന് പുഴ കാണിക്കുക, പുഴയിന്ന് വെള്ളം എടുക്കണോ, മുഖം കഴുകണോ, ആൾക്കാര് കൈ കഴുകണോ, എന്താ അതിന്റെ ടെക്നോളജി വെച്ചാ അറിയില്ല. സത്യം അറിയും. പിന്നെ അവര് നമ്മുടെ ഇപ്പൊ നമ്മളൊക്കെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പല ആർട്ടിസ്റ്റുകളും കേട്ടോ, ഫേമസ് ആയവരായാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. എന്നാലും പലരും നമ്മൾ അവരോടുള്ള ആരാധന കാരണം നമ്മൾ ഓടിച്ചെന്നിട്ട് ഇത് ഇവര് തകർത്ത് കളിച്ചിട്ട് പുറത്തിറങ്ങുമ്പോ നമ്മള് ഫോട്ടോ ഒരു ഇതുമില്ല. എത്രയാ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ക്ഷമയുണ്ട് അത്രയും അല്ലെ, അവര് അത്രയും ഡെഡിക്കേറ്റഡ്. പിന്നെ ഞങ്ങൾ അന്ന് നിന്നൊരു ഹോട്ടൽ കേട്ടോ, വലിയൊരു ഹോട്ടൽ നിന്നല്ല, ഫുഡ് കഴിക്കാനാ എന്റെ അവിടെ നിൽക്കാൻ വലിയൊരു ഹോട്ടല്.
എത്രേ സ്ഥലം. ആ ഹോട്ടലില് എല്ലാ ഫുഡും ഉണ്ട്, വെജ് ഉണ്ട്, നോൺ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് വെജിന്റെ ഏരിയയില് പിന്നെ ഫ്രൂട്ട്സുകൾ ഫ്രൂട്ട്സ് ഇഷ്ടം പോലെയുണ്ട്. ഏറ്റവും തായ്ലൻഡിലെ ഏറ്റവും ഇഷ്ടമായതും അതാണ് മാങ്ങ. മാങ്ങകളുടെ ഒരു മാംഗോ പൂരാണ്. സ്റ്റിക്കി റൈസും രണ്ടും അല്ലേ? അയ്യോ. അപ്പൊ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയില് ഇവര് ഈ തായ്ലൻഡിന്റെ കുറെ കലാരൂപങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളെടുത്ത് ഡാൻസ് കളിച്ചപ്പോ നല്ല രസമാണത്. രസമായിരുന്നു അല്ലേ? അതൊക്കെ നമുക്ക് എവിടെയും കിട്ടാത്ത, ഞാൻ എവിടെ ടൂർ പോയിട്ട് അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. തായ്ലൻഡിൽ പോയിട്ടുണ്ട്. ക്രാബി ഫുക്കറ്റ് അല്ലേ? അല്ലേ? അതന്നെ അതന്നെ. എന്താണ് ഉറപ്പായിട്ടും അതൊരു പോണ്ട ഒരു പാക്കേജ് തന്നെ. അപ്പൊ ഈ സ്ഥലവും പോണം. അത് ഞാൻ എവിടെയാന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അതെന്തായാലും അത് ഞാൻ ആ സമയത്താണ്. അതേമാതിരി അവിടെ തന്നെ കണ്ടു തായ്ലൻഡിന്റെ ഒരു എന്താ പറയാ ട്രഡീഷണൽ കിച്ചൺ റൂം. അതൊക്കെ അത് ഞാൻ ചാനലിൽ ഇട്ടുണ്ട്, വീഡിയോ ഇട്ടുണ്ട്. ആണല്ലേ? കണ്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ ഈ യാത്ര പോകുമ്പോ ഫുഡ് എന്ത് ചെയ്യും അപ്പോളെ? വെജ് കിട്ടൂലോ, വെജ് എല്ലായിടത്തും കിട്ടും. എല്ലായിടത്തും വെജ് കിട്ടും, ഒരു സംശയം. ചൈനയിൽ പോയിട്ട് ഇല്ലാത്തൊരു ചൈന ഞാൻ പോയിട്ടില്ല. നമ്മുടെ ഹംസൊക്കെ നാളെ നമ്മളൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവര് കേക്ക് മേടിച്ചതിൽ വരെ പന്നിയുടെ മനസ്സിലായി. എന്നിട്ട് അവസാനം ഫ്രൂട്ട്സ് മാത്രം കഴിച്ച്, കാരണം അത് ചില രാജ്യത്ത് അവർക്ക് അതാണ് മെയിൻ. തണുപ്പും അവിടെ രീതിയും അനുസരിച്ച്. അപ്പൊ ഫ്രൂട്ട്സ് കഴിക്കാറിപ്പോ ബ്രെഡ് എല്ലാവരും കഴിക്കണതല്ലേ. ബ്രെഡില് മുട്ട ഇല്ലാണ്ട് ബ്രെഡ് മുട്ട ഉള്ളതും ഉണ്ട്, മുട്ട ഇല്ലാത്തതും നോർമലി ഇവിടെ കിട്ടുന്നതൊക്കെ. നമ്മളെ ബിസ്ക്കറ്റില് ഉണ്ട്. ബിസ്ക്കറ്റില് മീൻ പൊടിച്ച് ചേർക്കുന്ന ബിസ്ക്കറ്റിലുണ്ട്, അതറിയോ? അതറിയാത്തവരെന്ത്? ഒരുമാതിരിപ്പെട്ട നമ്മൾ തിന്നുന്ന കുറേ ബിസ്ക്കറ്റുകളിൽ അത് അതിന്റെ ബാക്കിൽ നോക്കിയാൽ മതി. ചിലപ്പോ റെഡ് ആയിരിക്കും, ചിലപ്പോ ഗ്രീൻ ആയിരിക്കും. ഈ ചെറിയ മീനുകളില്ലേ, അത് മുള്ളോട് കൂടി മീൻസ് മൊത്തമായിട്ട് ഉണക്കി ചേർക്കുന്ന ബിസ്ക്കറ്റുകൾ വരെയുണ്ട്. ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ എന്റെ ഒരു പച്ചയിൽ ഇങ്ങനെ വരില്ലേ വട്ടത്തിൽ, അത് നോക്കിയാൽ അറിയാം. അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മള് മനഃപൂർവ്വം കഴിക്കുന്നുണ്ട്, അറിയാതെ കഴിക്കുന്നുണ്ട്. ഒന്നും ടേസ്റ്റ് ഒന്നും അറിയില്ല, അതൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് ഉറപ്പായിട്ടും. അല്ല, അങ്ങനെയൊക്കെ നമ്മൾ ഇരിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കണം. അത് തന്നെ. അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഹാനികരമല്ലാത്തത് നമുക്ക് അറിയാതെ കഴിച്ചാൽ അത് ഓക്കെയാണ്. പക്ഷെ അലർജി അടിക്കുന്ന ഒരു വല്ല ക്യാരക്ടറും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. അല്ല, അങ്ങനെ കഴിക്കില്ല. ഇല്ല. പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം നമ്മളെ കഴിക്കില്ലല്ലോ അല്ലെ? കുറെ പേര് വന്ന് കമന്റ് ചെയ്യും, അങ്ങനെയല്ലല്ലോ അന്നമ്മേന്ന്. അങ്ങനെയല്ല, ഞാൻ സ്വയം മറന്ന് വയറ് മറന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. എന്നെ എണീപ്പിച്ച് ചിലപ്പോ വിടാറുണ്ട്. പായസമൊക്കെ അത്രയും ഷുഗർ ആണെങ്കിൽ ഇവിടെ വന്നപ്പോ മുതൽ രാവിലെ തൊട്ട് ഓപ്പോളെ പായസം എപ്പോഴാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പായസത്തിന്റെ കാര്യം പറഞ്ഞു. ഓപ്പോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഏതാ? ശർക്കര പായസം അല്ലേ? അരിയും കൊണ്ടുള്ളത്. നമുക്കന്ന് അതിലൊരു രസമുള്ള കാര്യം പറയട്ടെ. ഞാനിങ്ങനെ ഫസ്റ്റ് ഓപ്പോളിനെ വിളിച്ച് സംസാരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വരുമ്പോ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. അപ്പൊ എന്തെങ്കിലും സ്ഥിരം മാറുന്നതെന്ന് ചെയ്യുന്നതെന്ന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണം. അപ്പൊ ഓപ്പോൾ ഇങ്ങനെ കുറെ കാര്യം പറഞ്ഞപ്പോ പിന്നെ അത് വേണ്ട അവസാനം ഓപ്പോൾ പറഞ്ഞു ശരി പിണ്ടി പായസം ഉണ്ടായിത്തരാം. അപ്പൊ ഞാൻ ലഡോ ലോകത്താരും ചെയ്യാത്തൊരു പായസം, ഞാൻ ഇതങ്ങോട്ട് വൈറലാക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് പായസം ഉണ്ടാക്കി തുടങ്ങിയിട്ട് എന്റെ കണ്ണു പുറത്തെന്നാ പറയാ. ഇവിടെ ഈ ഭാഗത്തേക്ക് പറയുന്നത് പിണ്ടി പായസം. ആടോ, എന്നിട്ട് ആ വീഡിയോ ഇട്ടിട്ട് ആളുകളുടെ പൊങ്കാല ഇപ്പോഴും ഉണ്ട്. ഞങ്ങളെ പറ്റിച്ചു പിണ്ടി പായസം. എന്തായാലും എനിക്ക് പറ്റി പിണ്ടി പായസം. പക്ഷെ അതൊരു വല്ലാത്ത പായസം. പിന്നെ പൊട്ടക്കായ വറുത്തതും, പിന്നെ ഓടും തൊടലും ഇങ്ങനെയുള്ള കുറെ പേരുകൾ വരും. പക്ഷെ ആ പിണ്ടി പായസത്തിന്റെ എന്താ പറയാ, അതൊരു കൈപുണ്യം മാത്രമല്ല, പാരമ്പര്യമായിട്ട് വരുന്ന കുറെ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്. തീർച്ചയായിട്ടും അത് ഈ ഓപ്പിള് കുറച്ചും കൂടെ അടുക്കും ചിട്ടയിലും ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഓപ്പോളെ കമന്റുകൾ കുറെ അല്ലെ? അപ്പൊ കമന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറുപടി കൊടുക്കലല്ലേ. ഓപ്പോളെ രണ്ടിതില് ലൈക്ക് ചെയ്യാറുണ്ട്, മറ്റേത് ഇതില് മാത്രമേ ഇട്ടായിരുന്നുള്ളൂ. ഇപ്പൊ ലവ് ചിഹ്നത്തിലും ഇടാറുണ്ട്. കണ്ടായി. അപ്പൊ മനഃപൂർവ്വം കമന്റ് ഇടാത്തതല്ലാന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്ന് ഓപ്പോളിന്റെ സമയമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് ഓപ്പോൾ ഒരാൾക്ക് എഴുതുന്ന കമന്റ് പോണത് ചിലപ്പോ വേറൊരാൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ കമന്റിന് മറുപടി കിട്ടിയില്ലെങ്കിൽ ഓപ്പോളിന്റെ സ്നേഹവും പ്രാർത്ഥനയും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ കമന്റ് ഇങ്ങോട്ട് വന്നില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഇടണം, വീഡിയോസ് ഒക്കെ കാണണം, ഷെയർ ചെയ്യണമെന്ന് ഓപ്പോളിന് പറയാൻ സമയം പറയാറില്ല. പക്ഷെ ഓപ്പോളെ അതൊക്കെ ഒത്തിരി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. കാരണം റെസിപ്പീസ് ഇതൊക്കെ പ്രിസർവ് ചെയ്യപ്പെടേണ്ട
കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് ആരപ്പ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു പുസ്തകം പാചകത്തിന്റെ ഒരു വെജ് അങ്ങനത്തെ റെസിപ്പീസിന്റെ അതൊന്നും വേണ്ട പുസ്തകം ഇറക്കാൻ. ഞാൻ അയ്യോ എനിക്ക് വയ്യേ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പുസ്തകം നമുക്ക് സൂക്ഷിക്കുന്നതിനേക്കാളും എളുപ്പം റെസിപ്പീസ് നമുക്ക് റെസിപ്പിയുടെ ആവശ്യമുള്ളപ്പോ. സംശയമില്ല. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ഓപ്പോൾ ഡാൻസും പാട്ടും കൃഷിയും ഓട്ടവും ചാട്ടമായിട്ട് ഓപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതൊന്നുമില്ല, അത് കൃത്യമായിട്ട് എക്സസൈസുകൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട് കേട്ടോ. എന്നെ രാവിലെ ഒരു 4:30 ഇപ്പൊ ഞെക്കി തുടങ്ങിയോ എക്സസൈസ് കഴിഞ്ഞാൽ ഒന്ന് കടന്നുറങ്ങി തുടങ്ങിയോ. നല്ലതല്ല, നല്ലതല്ല, അതറിയാം. എന്താ അറിയില്ല ഇപ്പൊ ഈ പ്രായത്തിൽ ക്ഷീണാവും ഉണ്ടാവും തോന്നുന്നു. ഒരു 4 മണി 4:30 എങ്ങനെയും ഉണരും ആ ഒരു നേരത്ത്. അപ്പൊ നീറ്റ കുറച്ചു നേരം എന്താ പറയാ ഇപ്പൊ ഞാൻ നടക്ക കൊളസ്ട്രോള് കുറച്ച് ബോർഡറിലാ പറഞ്ഞപ്പോ നടത്തം തുടങ്ങി. ഡാൻസ് ക്ലാസ്സില് വലിയ ക്ലാസ് ആണല്ലോ. അപ്പൊ അവിടെ നടക്കും. നടക്കല് കഴിഞ്ഞാൽ ഒരൈറ്റം ഏതെങ്കിലും ഒന്ന് കളിക്കും. ഡാൻസ് നല്ല എക്സസൈസ് ആണല്ലോ. അപ്പൊ പിന്നെ അത് നല്ല എന്താ പറയാ നമ്മള് അടവുകൾക്ക് പ്രാധാന്യമുള്ള അഭിനയല്ല, ഇന്ന് അഭിനയിക്കല്ല, അടവുകളൊക്കെ വരുന്നുണ്ടാവും. അതെ, കയ്യും കാലം അനക്കുന്ന ഒരു ഡാൻസും കളിക്കും. പിന്നെ കളരി ഇപ്പൊ എത്ര കാലം പോയിരുന്നു. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഇപ്പൊ ഒരു 3-4 മാസമായി പോയിട്ട്. അപ്പൊ അതിന്റെ ബേസിക്സ് എന്തെങ്കിലുമൊക്കെ കുറച്ചൊന്നും ചെയ്യാറുണ്ട്. വലതുകാല് നേർക്കാല് കോൺകാല് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്യാറുണ്ട്. അത്രയും ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് മെഡിറ്റേഷൻ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കും, കണ്ണടച്ചിരിക്കും. അപ്പൊ കാര്യമായിട്ട് അസുഖങ്ങളായിട്ട് ഒപ്പൊണ്ണൊന്നുമില്ല? അങ്ങനെ അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് 25th വാർഷികത്തോടനുബന്ധിച്ച് ഒരു വയ്യായൊക്കെ വന്നു. അങ്ങനെയല്ല അങ്ങനെയല്ല വയ്യായ വരെ പറഞ്ഞ ടെൻഷൻ കയറിയിട്ട് നമ്മളിങ്ങനെ ബി പി ചെറുതായിട്ട് എത്രയോ 160 എന്തോ ആയി. അതൊക്കെ ഒരു ബി പി ആണോ? എടുത്തോണ്ടെന്ന് കാണിച്ചതാണ്. അല്ല അപ്പൊ അതൊരു ചെറിയ പേടിയായി. ഇങ്ങനെ കൂടുതലിന് മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം. അതാ കൊറോണയുടെ സമയത്ത് അല്ലേ? അതെ, കൊറോണ നല്ലോണം ബാധിക്കണ്ടേ. അപ്പൊ അന്ന് പ്രോഗ്രാമിന്റെ അന്ന് രാവിലെ തന്നെ ആസ്പത്രി കൊണ്ടുപോയി. ടെൻഷൻ കയറിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ പൊതുവെ ഞാൻ ഒരു ടെൻഷൻ ജീവി അല്ല, ബുദ്ധി ഇല്ലാത്തോണ്ടെന്ന് പറയാറുണ്ടല്ലോ അവര്. അതാണ് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ അത് കഴിയില്ല. അല്ലെങ്കിൽ ഒരു 10 ആൾ ഊണിക്കാൻ വരും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ ഡാൻസ് ക്ലാസ്സിലിപ്പോ കുട്ടികൾ അവിടുന്ന് ഊണിക്കലും അതൊരു നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ അതൊരു എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു കൾച്ചറിന്റെ ഭാഗം തോന്നുന്നു. എത്ര പേര് ഭക്ഷണം കഴിക്കാൻ വന്നാലും അതിലൊന്നും ഒരു മടിയില്ല. ഇവിടെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ഇടത്ത് കേട്ടോ. പണ്ട് കുറെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു അത്രേ. അന്നൊന്നും അകത്ത് കയറ്റിയിരുന്നില്ല കേട്ടോ. കാലങ്ങൾക്ക് മുമ്പാണ്, പഴയ കാലം. എന്നാലും ഭക്ഷണം എല്ലാവർക്കും കൊടുത്തിരുന്നു. ഭക്ഷണം ഇവിടെ വന്നാൽ ചോറ് കിട്ടും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അത്രേ. ചോറായിട്ടോ അല്ലെങ്കിൽ കഞ്ഞിയായിട്ടോ എങ്ങനെ അറിയില്ല, എന്തായാലും അങ്ങനെ കൊടുത്തിരുന്നു എന്നാ പറയണത്. അപ്പൊ ചിലപ്പോ അവര് നമ്മുടെ ഒരു തറവാടിന്റെ പാരമ്പര്യം പറയില്ലേ. തീർച്ചയായിട്ടും നല്ല പാരമ്പര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മള് തുടരണം. മക്കൾക്കും അതിനാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നിങ്ങനെ അത് നമ്മൾ കമന്റ്സിലേക്ക് തന്നെ തിരിച്ചു വരാം. തീർച്ചയായിട്ടും ഒരു ശത്രുത ഓപ്പോളിന് വെക്കണം എന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് തോന്നുന്നു ഓപ്പോളിനോട് ഒരാൾക്ക് ശത്രുത വെക്കാനുള്ള ചാൻസ് ഇല്ല. പൊതുവെ നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഈ അടുത്ത കാലത്ത് ഓപ്പോളിന്റെ ഒരു പോസ്റ്റിൽ ഞാനൊക്കെ പോയിട്ട് ശക്തമായിട്ട് അതിനെ എതിർത്തിരുന്നു. കാരണം ഇവിടെ ഒരു എന്താ പറയാ ഒരു വേർതിരിവ് ജാതീയപരമായിട്ടോ സാമ്പത്തികമായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു വേർതിരിവ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഞാനിവിടെ വന്നിരിക്കില്ലല്ലോ. ഏറ്റവും കൂടുതൽ അകത്തോ ഓപ്പോൾ എന്റെ വീട്ടിലും വന്ന് അത്രയും ഇരിക്കില്ല. ഞാനിപ്പോ എന്റെ മകനെ ഇവിടെ ആക്കിയിട്ട് പോന്നു. എന്നിട്ട് പോലും ഓപ്പോളിന്റെ ഒരു വീഡിയോയിലും മാത്രമല്ല ഏതോ ഒരു വളരെ നിശ്ചിതമായ ഭാഷയാണ് പറയണത്. ഇത് അപ്പർ ക്ലാസിന്റെ ഭാഷയാണ് ഞാൻ പ്രയോഗിക്കണേ, അല്ലെങ്കിൽ ഭാഷയാണ്. അങ്ങനെ ഒരു ഭാഷ ഉണ്ടോ അപ്പോളെ? വള്ളുവനാടൻ മലയാളം അതുണ്ട് ഏറ്റവും പൊളൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് വരൂ. പിന്നെ അത് വള്ളുവനാടൻ ഇപ്പൊ റീസെന്റ് ഒരു സംഭവം ഉണ്ടായി, അതിനെ ചുറ്റിപ്പറ്റി പറയുമ്പോട്ടോ. എന്താ ഞങ്ങളുടെ ഇപ്പൊ ഒരു സിനിമ ചെയ്തായിരുന്നു, ഇർഷാദൊക്കെ ഉള്ള ഒരു മൂവി ചെയ്തിരുന്നു. അപ്പൊ അത് ഈ കുമരനെല്ലൂർ അക്കിത്തം കവിയുടെ നാട്ടിലാണ്. അപ്പൊ അതില് കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പൊ ജാതി മതമൊന്നും നമുക്ക് അറിയില്ലേ, ഏത് ജാതിയാണ് ഏത് മതമാണ്. അപ്പൊ എന്നെ കണ്ടവരെല്ലാവരും കുറെ പേര് തമാശയിലാണ് വരിക ഇരിക്കുക പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും. ഞാനും തല്ലുവിടും. ഇനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി പോകുന്നൊക്കെ ഞാൻ തല്ലുവിടും. അങ്ങനെ
അങ്ങനെ അതിന്റെ ഇടയിൽ എന്തോ ഒരു കോസ്റ്റ്യൂമിന്റെ എന്തോ കാര്യം വിളിച്ചു. കോസ്റ്റ്യൂമറിലെ ഒരു കുട്ടി പറഞ്ഞു ആ വച്ചണ്ണു പറഞ്ഞു. പിന്നെ എപ്പോഴും കളി കണ്ടാണ് അത് നമ്പൂരി ഭാഷയാണ് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഒന്ന് ജാതി ചോദിക്കാൻ പോവാണ് കേട്ടോ. എന്താ വെച്ചാ ഈ വച്ചണ്ണു ഇപ്പൊ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് വരും അറിയില്ല. ഈ അതല്ല വേറെ ആരെങ്കിലും ഇടുന്നു ജാതി പറയണു പറഞ്ഞിട്ട്. അപ്പൊ ഈ വച്ചണ്ണു എന്ന് പറയണത് എന്റെ മാത്രം ഭാഷയല്ല. എന്നെ അച്ചണ്ണു, നിന്നെണ്ണു, പോയെണ്ണു അത് ഈ നാടിന്റെ ഭാഷയാണ്. അപ്പൊ ഞാൻ വേഗം ഞാൻ കൂട്ടി മോളെ നിക്ക്, മോളുടെ വീട് എവിടെയാ ചോദിച്ചു. പട്ടാമ്പി, പള്ളിപ്പുറം. ഞാൻ പറഞ്ഞ ഓക്കെ പൊക്കോളൂ. കേട്ടില്ലേ, എല്ലാരും കേട്ടില്ലേ ചോദിച്ചു. അതാണ് ഇത് ഞങ്ങളുടെ നാടിന്റെ ഭാഷയാണ്. ശരിക്കും പിന്നെ അക്ഷരം ഉറപ്പിച്ചപ്പോ പാ ഭാ ബ ഭ മ നമ്മള് പഠിച്ചു വരണേന്റെ. ആ പണ്ടത്തെ കാലത്തൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തരുമ്പോ അത് ഏത് ജാതിയിലും മതത്തിലെയും ടീച്ചറായാലും അങ്ങനെ അക്ഷരം നല്ല സ്ഫുടമായിട്ട് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ എന്റെ കൂടെ മലയാളം ടീച്ചർ ഉണ്ടായിരുന്നു, എലിക്കുട്ടി ടീച്ചർ. എന്ത് എന്തൊരു ഭംഗിയിലാ സംസാരിക്കറിയോ. ചിരിച്ച മുഖം, നല്ല ചീത്ത പറയട്ടോ. ചീത്ത പറയുമ്പോഴും ചിരിച്ചിട്ടാ പറയാ. കോൺവെന്റിലെ സെന്റ് തെരേസസിൽ എനിക്ക് ടീച്ചറിന്റെ മലയാളം പറയലും ഭയങ്കര ഇഷ്ടമായിരുന്നു. എത്ര ഭംഗിയാ. അപ്പൊ ടീച്ചർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എവിടെയെന്നും അറിയില്ല. എന്തായാലും ഞാൻ പലപ്പോഴും ഇപ്പോഴല്ല പണ്ട് ടീച്ചറെ ഞാന് അനുകരിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ടീച്ചറെ പറയല്, പാഠം എടുക്കല്, പറഞ്ഞു തരല്, അതൊക്കെ. അപ്പൊ അതൊക്കെ നമ്മള് പഠിച്ചു വരണ ഓരോ വഴി, ഓരോ സമയങ്ങൾ അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ കയ്യിൽ എത്തിപ്പെടുന്ന പോലെയല്ലേ അങ്ങനെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഓപ്പോണിനെയും പിന്നെ അടച്ചധിക്ഷേപിച്ചൊരു പോസ്റ്റ്. ഞാൻ ആളും പേരുന്ന ആളൊന്നും പറയുന്നില്ല, പക്ഷെ അതിന്റെ ഞാൻ അവരോട് പറഞ്ഞു. അതെന്താ വെച്ചാൽ എന്റെ ഒരു വീഡിയോയിൽ വന്നൊരു അബദ്ധമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു കൂട്ടാൻ വെച്ചപ്പോ സരസു വന്നിട്ട് പറഞ്ഞു എന്താ കൂട്ടാൻ പറയണം. ഞാൻ പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. അല്ലത് എന്ത് കൂട്ടാനാ പറയണം എന്ന് പറഞ്ഞു സരസുവിനോട്. ഞാൻ കുളത്ത് പോയി കുളിച്ചു വന്ന വഴിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചക്കക്കുരു ഉണ്ട്, പിന്നെ എന്തൊക്കെ മനസ്സിലായില്ല പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്താ ഞാൻ ഒരു ചെറിയ ഇത് തരാം, ക്ലൂ തരാം പറഞ്ഞിട്ട് പറഞ്ഞു പണ്ട് ഞങ്ങളുടെ ആൾക്കാരൊക്കെ വെച്ചിരുന്നു, നിങ്ങളുടെ ആൾക്കാര് വെച്ചിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ സരസു അങ്ങനെ ഉണ്ടോ ഒരു വർത്താനം, ഞങ്ങളുടെ ആൾക്കാർ ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും ആ രീതിയിൽ ഞാൻ ആ വാക്ക് പറഞ്ഞെന്താ വെച്ചാൽ ഇത് കേട്ടിട്ടെങ്കിലും നാലാളങ്ങനെ പറയാതിരിക്കട്ടെ ഞാൻ ഉദ്ദേശിച്ച ആ ഭാഗം ഇട്ടത്. എന്നോട് പറയുന്നത് ആ ഭാഗം ഇട്ടതിന്റെ ഉദ്ദേശം റീച്ച് കിട്ടാനാണെന്ന്. എന്താ പറയാ, ഞാൻ പറഞ്ഞ അപ്പൊ എനിക്ക് എന്താ പറയാ, എനിക്ക് സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനത്തെ ഒരു ചേർത്ത് നിർത്തി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യേണ്ടത്. പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാറ്റിലും ജാതി അതൊക്കെ ഒഴിവാക്കണം. സംവരണം ഒഴിവാക്കണം. എന്നാലും ഇവിടെ ജാതി ഒഴിവാവുള്ളൂ അല്ലേ. എനിക്കറിയില്ല എന്റെ പൊട്ടത്തെറ്റുകളാണോ ഞാൻ പറയണത്. എനിക്ക് അതിനോട് ജാതി എന്നുള്ള കോളം എടുത്ത് കളയണം. എന്തിനാണ് ജാതി? മനുഷ്യജാതി മതി, സ്ത്രീ ജാതി. അതെ. ഇപ്പൊ ഞാൻ ശ്രീനാരായണന്റെ ഗുരുവിന്റെ പാവം അദ്ദേഹം മനസ്സാ വാചാ കർമ്മണ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു. തീർച്ചയായിട്ടും അല്ലേ. മനുഷ്യൻ പറഞ്ഞ പണ്ട് അമ്മയ്ക്ക് ഹോം നേഴ്സിനെ അന്വേഷിച്ച് വിളിച്ചപ്പോ അവര് ഞങ്ങള് ഏതാ ജാതി എന്ന് അറിഞ്ഞിട്ടോ എന്തോ അറിയില്ല, എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ചേച്ചി ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ ജാതിയാണെന്ന്. ഈ സത്യം പറഞ്ഞ സങ്കടം വന്നു കേട്ടപ്പോ. ജാതി ഇല്ല എന്ന് പറഞ്ഞ ഒരാള് ജാതിയാണെന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചു. അവര് തിരുത്താനൊന്നും പറ്റില്ല. ഞാൻ ഒന്നും പറയാം, ശരി ഞാൻ പറയാട്ടോ എന്നും പറഞ്ഞു. അതായത് അവരുദ്ദേശിച്ചത് ഞാൻ അതിലും താണതല്ലാന്നോ എന്നെ ഇങ്ങോട്ട് കേറ്റില്ലേന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കണം അവരുദ്ദേശിച്ചത്, അറിയില്ല. പക്ഷെ ആ ഒരു പറയലുകള് ഇതൊക്കെ ഒഴിവാവണമെങ്കിൽ ആ ഒരു കോളം ഒഴിവാവണം. തീർച്ചയായിട്ടും മരണം എന്നുള്ള കോളം ഒഴിവായ ചിലപ്പോ അതിന് എതിർപ്പുള്ള ഒരു കുറെ ആൾക്കാരുണ്ടാവും. ഇല്ല, ഞാൻ അതിനോട് 100% യോജിക്കുന്നു. ജാതിയും മതവും കുലവും പറഞ്ഞിട്ടല്ല ജോലിയോ സംവരണം കൊടുക്കേണ്ടത്. അവരുടെ കഴിവും വിദ്യാഭ്യാസവും സാമർത്ഥ്യവും മാത്രമാണ്. തീർച്ചയായിട്ടും കളറും തൊലികളൊപ്പം ഒന്നും കണ്ടിട്ടല്ല കൊടുക്കണം. ഞാൻ ഉറപ്പായിട്ടും 100% അതിനോട് യോജിക്കുന്നു. ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതുള്ളിടത്തോളം കാലം അതെ ഈ ഉച്ചനീചത്വം ഇവിടെ നിലനിൽക്കും. അതിനൊരു മാറ്റം ഉണ്ടാവില്ലോ. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാന്നറിയോ, എന്റെ മുത്തശ്ശൻ പൂണൂല് പൊട്ടിച്ചെറിഞ്ഞ പൂണൂലിടാതെ മുത്തശ്ശൻ അമ്മയുടെ അച്ഛൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള, അതായത് ജാക്കറ്റ് ഇടാന്റെ പണിക്ക് വരാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തില് എന്താ പറയാ പണ്ട് പണിക്ക് വന്നിരുന്ന മാറു മറയ്ക്കാതെ അന്ന് അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ്
വന്നിരുന്ന തന്നെ വരണം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആ ഒരു EMS ഒക്കെ എന്താ പറയാ സമര സംഘടനയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. EMS അവിടെ വിളിച്ച് താമസിച്ചിരുന്നൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട്. അവരാണ് എന്നോട് ഇങ്ങനെ പറയണേ എന്ത് വന്നാലും അല്ല പക്ഷെ അതൊന്നും ഓപ്പോളിന്റെ ഒരു സ്വഭാവത്തെയോ ക്യാരക്ടറിനെ ബാധിക്കില്ലല്ലോ. അപ്പോളെ ഞാൻ പറയും, എനിക്ക് ഒരു കാര്യം എനിക്ക് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയാവുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അറിയില്ല കേട്ടോ. ഞാന് എന്റെ സേതുമ്മ മരിക്കണ വരെ, എന്റെ കുട്ടികളെ നോക്കിയത് സേതുമ്മയാണ്, മരിക്കണ വരെ ഞാൻ സേതുമ്മയ്ക്ക് പെൻഷൻ കൊടുത്തായിരുന്നു. ഒരു വീട്ടുജോലിക്ക് പെൻഷൻ കൊടുക്കുന്ന എത്ര ആളുണ്ടാവും എനിക്കറിയില്ല. ഞാൻ കാണിക്കുന്ന ഒരു ചേർത്ത് പിടിക്കല് ഇതൊക്കെയാണ്. അതായത് അവരെ കൂടെ നിർത്തുക, അവരെ ഉള്ളിൽ കയറ്റുക. അല്ലെങ്കിൽ അതേമാതിരി എന്നോട് ചോദിച്ചിരുന്നു, സാരി എന്താ പണിക്കാർക്ക് എന്താ സാരി ഉടുത്താൽ? ഒരു വിരോധമില്ല, സന്തോഷാണ്. സരസ് കൊടുക്കണ്ടേ? അതെ. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, എന്റെ അലമാറയുന്ന സാരി എടുത്തിട്ടാണ് സരസു കല്യാണങ്ങൾക്ക് പോകുമ്പോൾ കൊടുക്കാറുണ്ട്. സാരി പക്ഷെ ഞാൻ ഒരൊറ്റ ആൾക്ക് കൊടുക്കില്ല കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമെങ്കിൽ അതൊക്കെ ഒരു 20 കൊല്ലം പഴക്കമുള്ള സാരിയാണ്. പുതിയത് എത്ര വേണമെങ്കിൽ എടുത്തു കൊടുക്കും, പഴയത് എനിക്ക് അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. ഞാൻ സരസിനോടായാലും ഞാൻ പുസ്തകങ്ങൾ ആർക്കും കൊടുക്കാത്ത പോലെ അതെ എന്റെ സ്റ്റുഡൻസിനോടായാലും ഒക്കെ പറയാറുണ്ട്, ഏത്തടുത്ത് കൊണ്ടുപോളിയും. പക്ഷെ തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചു കൊണ്ടാലും കളി മാറും. ചിലപ്പോ കീറിയ സാരിയാവും, പൊളിഞ്ഞ ടീച്ചറെ ഈ സാരി പൊളിഞ്ഞോണ്ട് വന്നാലും വേണ്ടേ. അതെ, അത് എന്റെ ഒരു ഇഷ്ടമാണത്. ഞാൻ വിചാരിക്കുന്നത് എന്റെ സ്വഭാവത്തിലെ കുറെ കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവാണ്. അതായത് പെട്ടെന്ന് ദേഷ്യം വരും, ഞാൻ ഭയങ്കര ഇമോഷണൽ. അതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം കൂടി എനിക്ക് പ്രേക്ഷകരോട്, ഇപ്പൊ നമ്മുടെയൊക്കെ ചാനലിൽ എന്റെ ഇത് കാണുന്നേക്കാൾ ആൾക്കാർ കാണാറുണ്ട്. ഒരിക്കലും നമ്മൾ ഈ ചാനലില് കണ്ടിട്ട് ഒരാളെ വിലയിരുത്താൻ പാടില്ല. ഒരു ചാനലിലും പിന്നെ പൊട്ട കുറെ സംഭവങ്ങളുണ്ട്, അതല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പൊ അത് ഏതാ നല്ലത് ചീത്ത അത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ഒരാളെ വിലയിരുത്തുമ്പോൾ നമ്മളെ അവര് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട്, തീർച്ചയായിട്ടും ഇപ്പൊ എന്നെയായാലും അന്നമ്മയായാലും ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് അവിടെ, അത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോ നമ്മുടെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്താ നാവില് പൊട്ട സരസ്വതി കയറിയിരിക്കാൻ അറിയില്ലേ, നമ്മൾ വിചാരിച്ച കാര്യമാവില്ല. അതേമാതിരി കട്ട് ചെയ്തിട്ട് എടുക്കും ഒരു പോർഷൻ. ഇപ്പൊ ഇതില് ജാതി എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം ജാതി 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 എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടൊക്കെ ഇടും. അപ്പൊ അത് ഒരിക്കലും അത് അങ്ങനെ വിലയിരുത്താൻ പാടില്ല എന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരാളെ ഒരു സംശയം ഉണ്ടെങ്കിൽ വന്ന് സംസാരിക്കണം, കാണണം, ഇവിടെ എങ്ങനെയാണെന്ന് കാണണം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എങ്ങനെയാണെന്ന് കാണണം. എന്നിട്ടാണ് നമ്മള് അവരെ നഖശിഖാന്തം എതിർക്കാൻ പാടുള്ളൂ എന്നുള്ളതൊരു അടുക്കളയുടെ അകത്തും പുറത്തും എന്നുള്ള ആ വേർതിരിവ് മാറണം. അപ്പോൾ അത് മാറണം, ഒരു സംശയവുമില്ല. അത് ആളുകള് നമ്മൾ പറഞ്ഞത് കൊണ്ട് അത് മാറൊന്നുമില്ല. ഇപ്പൊ ഇതിന്റെ അടിയിലും വരും. വരട്ടെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വളരെ മോശമാണെന്ന് വിചാരിക്കുന്ന, അതെ ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് ഒരാൾ കൊഞ്ഞനം കാണിക്കുന്നുണ്ട്. കാരണം പറയുന്നതാണ് ഏറ്റവും ആണ് എന്റെ ദേഷ്യം. എനിക്ക് ദേഷ്യം ഞാൻ ഇതൊന്നുമല്ല, ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. ഇതുപോലെ ശാന്തമായി നിൽക്കില്ല. തല്ലലും അടിയും ബഹളവും ഒക്കെ ഞാൻ നടത്തും. അതുപോലെ ഇമോഷണലായിട്ടും ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ ഭയങ്കരമായിട്ട് വരും. പിന്നെ മുഖം നോക്കാതെ സംസാരിക്കും. വർക്കിന്റെ കാര്യത്തിലൊന്നും ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ച, അങ്ങനെ കുറേ എനിക്ക് നെഗറ്റീവ്സ് ഉണ്ട്. അങ്ങനെയാണ് അത്. എനിക്ക് മറ്റൊരാളേക്കാൾ കൂടുതൽ എനിക്കാണ് എന്റെ നെഗറ്റീവ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഓപ്പോള് വിചാരിക്കുന്നുണ്ടോ ഓപ്പോളിലെ എന്തെങ്കിലും ഒരു സാധനം ഇനി മാറണം? ഇപ്പൊ അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ഇനി ഒരു 50 വർഷം കൊണ്ട് ഇങ്ങനെ തള്ളി ഞങ്ങളൊക്കെ വിടും. 100 കഴിഞ്ഞു വരട്ടെ. അപ്പൊ എന്നില് മാറണം. എന്നിൽ നിന്നല്ല, ഓപ്പോളിന്റെ ഏറ്റവും നെഗറ്റീവാണ് ഇതാണ് എനിക്കിത് വേണ്ട, എനിക്കിത് മാറണം എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഓപ്പോളിലുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് തോന്നിയിട്ടുള്ളത് ഈ ചാനലിന്റെ കാര്യമാണ്. അത് പിന്നെ പോട്ടെ, ബാക്കി ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ അത് വിട്ടുപോകുന്നത്. വേറെ ആൾക്കാരുടെ കാര്യത്തിൽ കയറി ഇടപെടണ്ടവല്ലാതെ. ആര്? ഓപ്പോളാ? അല്ല ഇന്ത്യ ചോദിക്കണ ഓപ്പോൾ അയ്യോ സോറി നിന്റെ എനിക്ക് എപ്പോഴും വേറെ ആരുടെ കാര്യത്തിൽ കയറി തന്നെ ചാവുള്ളൂ. അതിന് യാതൊരു സംശയം വേണ്ട. കാരണം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് എന്നും അടി കിട്ടാൻ എനിക്ക് ഉള്ളൂ. അത് കുറെയൊക്കെ കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. അല്ല അത് മോശം അല്ല, അത് പോരാ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇനിയും പറയണം. നോ പറയേണ്ട കാര്യങ്ങൾ ഇനിയും കുറയുന്നു. സ്വന്തം ആരോഗ്യത്തിന് മാത്രമല്ലല്ലോ, ആരോഗ്യം മാത്രമല്ല നമ്മുടെ കരിയർ, നമ്മുടെ പ്രൊഫഷൻ, അതായത് ഏറ്റവും നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇനി ആരും അങ്ങനെ ചെയ്യരുത്. ഞാൻ എപ്പോഴും മിണ്ടില്ല.
എത്രയോ പേര് ഒപ്പോഴെടുത്ത് പഠിക്കാൻ വരുന്നുണ്ട്. പാവപ്പെട്ട കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ വീട്ടില് എല്ലാം സ്വന്തമാണ്. ഇവിടെ എന്താ പറയാ, അണ്ടാവ് കണക്കിനാണ് ഭക്ഷണം, എല്ലാ സാധനവും എല്ലാവർക്കുമാണ്. എന്നിട്ട് നിവൃത്തിയില്ലാത്തവരുടെ അടുത്ത് നിന്ന് ഒരു രീതിയിലും ഓപ്പോള് എന്താ പറയാ ഫീസ് വാങ്ങുന്നത്. പക്ഷെ നിവൃത്തിയുള്ളവർ പോലും പറ്റിച്ചു പോകുന്നുണ്ട്. അവരോട് പോലും കുട്ടിയെ ഫീസ്, അതായത് ഈ ഒരു ഫീസ് പറയാറൊക്കെ ഉണ്ട് ഫീസ് പക്ഷെ കൊടുക്കാറില്ല. സുബേഷ് കളിയാക്കുവൻ. സുബേഷ് മാഷുണ്ട് കേട്ടോ. സ്വഭാവം അതായത് പുസ്തകം, ഫീസിന്റെ പുസ്തകം ഉണ്ട്. അത് ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ ആയിരുന്നു ഇവിടെ. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം സുബേഷിന്റെ ക്ലാസ് വെച്ചിട്ടില്ല കേട്ടോ. ഏപ്രിൽ മാസം ആകുമ്പോഴാകും സുബേഷിന്റെ ക്ലാസ് ഒക്കെ, അല്ലെങ്കിൽ മെയില്. അപ്പൊ ഈ പുസ്തകം ഞാൻ ഈ പേജൊക്കെ അടിച്ച് എഴുതി കളയും. എന്നിട്ട് പുതിയ ജൂൺ തൊട്ട് എല്ലാരും കൃത്യമായിട്ട് ഫീസ് കൊണ്ടുവരണം കേട്ടോ. പിന്നെ ഇതൊക്കെ തന്നെ ഇത് തന്നെ അതങ്ങനെ പോകുന്നു. അല്ല, അത് ഫീസിന്റെ കാര്യത്തിന് മാത്രല്ല ഓപ്പളി, കുറെ കാര്യത്തിൽ ഓപ്പള് നോ പറയണം എന്ന് ഓപ്പൺ തന്നെ എന്നാണ് ഇനി അത്. പിന്നെ അതല്ല, പിന്നെ വേറൊന്ന്, നമ്മള് ചില കുട്ടികള് ഡാൻസിന് പൈസ ഇല്ലാണ്ട് നമ്മള് അരങ്ങേറ്റത്തിന്, അത് മറ്റു കുട്ടികൾ അറിയില്ല കേട്ടോ. അന്നേരം നമ്മൾ സാരില്ല, നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികൾ നന്നായി ചെയ്യുന്ന പിള്ളേരാവും. അരങ്ങേറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്തും ഡാൻസ്. ഞാൻ എന്നിട്ട് പിന്നെയും പേഴ്സണലി വിളിക്കും, വിട് മോളെ വിട്, ഡാൻസിന് വിടും, ഫീസ് വേണ്ട, കുട്ടിയെ ഡാൻസിന് വിടും. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയാം. അപ്പൊ എന്താ വെച്ചാ, അപ്പൊ നമുക്ക് വല്ലാത്തൊരു സങ്കടം, ദേഷ്യമൊക്കെ വരും. എന്താ വെച്ചാൽ നമ്മള് എന്താ വെച്ചാൽ ഈ ഒരു കുട്ടിയുടെയും കൂടെ കോൺട്രിബ്യൂഷൻ കൂടിയിട്ടാണ് ഈ പൈസ പറയണത്. ഇപ്പൊ ഇത്ര കുട്ടികളുണ്ടെങ്കിൽ അവരെ ഡിവൈഡ് ചെയ്തിട്ടാണ്. എന്റെ കാര്യമായിട്ട് 3/4 പൈസ അതിൽ കലക്കയ്യ. ഒരു കുട്ടിക്ക് 5000 രൂപ എന്റെ ഫീസ് എന്ന് പറയാ. ആ 5000 തിരികെ എടുക്കേണ്ടി വരും. ആ ഫീസും കൂടി എനിക്ക് അത്രയും ഏർപ്പാടാക്കിയിട്ടാണ് അരങ്ങേറ്റം നടത്തുക. അതൊക്കെ ഭയങ്കര ഭയങ്കര വിഷമാവും. അപ്പൊ എനിക്ക് തോന്നും ചിലപ്പോ ഒട്ടും പ്രൊഫഷണൽ അല്ലാന്ന് എനിക്ക് തോന്നാറുണ്ട്. പ്രൊഫഷണൽ ആവണം. കാരണം അത് ഒത്തിരി പേർക്ക് അതുകൊണ്ട് ഗുണം കിട്ടില്ല എന്നാണ് എന്റെ ഒരു ചോദ്യം. അതും ശരിയാണ്, അല്ലേ? ശരിയല്ലേ? അപ്പൊ അതാണ് എന്റെ ആ ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് വന്നത്. ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എളുപ്പല്ലേ? അതൊക്കെ അതെ, ശരിയാണ്. അല്ലേ? തീർച്ചയായിട്ടും. അല്ല, തീർച്ചയായിട്ടും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, എന്താ പറയാ, സ്വന്തം എന്നുള്ള രീതിയിൽ ഇത്രയും സത്യസന്ധമായിട്ട് നോക്കാൻ ഒരാളുണ്ടെങ്കിൽ ഇതിന്റെ ഗുണം ഒത്തിരി പേർക്ക് കിട്ടും. അത് ശരി. അപ്പൊ എന്നോട് കുറെ പേര് പറയുന്നുണ്ട്, ഇപ്രാവശ്യം ഞാൻ ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു എല്ലാ കൊല്ലം കൊടുക്കാറുണ്ട്, ഇക്കൊല്ലാണ് ഏറ്റവും കൂടുതൽ ഉപ്പിട്ടതുകൾ, അച്ചാറുകൾ കൊടുത്തിട്ടുള്ളത്. അത് മാങ്ങ വരട്ടി നിനക്ക് ചെറിയ മധുരമുള്ള പിക്കളാണ്. അപ്പൊ ഇത് വരട്ട പറഞ്ഞ ഒരു ദിവസത്തെ പ്രൊസീജിയർ. എത്രയോ ദിവസം അടുപ്പത്ത് വെച്ച് വരട്ടി പണി കഴിഞ്ഞ് അങ്ങോട്ട് എടുത്ത് വെക്കും. ഇപ്പൊ ഇതെപ്പോഴും ഇരിക്കുന്നുണ്ട് 2 ഉരുളി ഇരിക്കുന്നുണ്ട്. ഇത് എന്നിട്ട് എന്താ വെച്ചാൽ എത്ര ഈ പ്ലാസ്റ്റിക് പായസ പാത്രം ഞാൻ പറഞ്ഞേ വാങ്ങിയിട്ട് ഇപ്പൊ ഞാൻ ഫ്രീസർ വാങ്ങിയ, ഫ്രീസറിൽ ആക്കിയിട്ട് ആരെങ്കിലും വരുമ്പോ ഇത് ഗിഫ്റ്റ് ചെയ്യണം. എല്ലാവർക്കും കൊടുക്കലുണ്ട്. കുറെ പേര് ചോദിക്കും ബിസിനസ് തുടങ്ങിക്കൂടെ, അച്ചാറ് ബിസിനസ്. അല്ല, അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ആലോചിക്കും, ശരിയാണല്ലോ, അത് കുറച്ചു പേർക്ക് ജോലിയാണല്ലോ. അല്ല, അത് നമ്മളൊരു പിക്കിൾ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ പാക്കിങ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും നല്ല സാധനം എന്ന് വെച്ചാൽ ഇത് വരട്ട് മാത്രമല്ല, വരട്ടി കഴിഞ്ഞാൽ വെയിലത്തും വെക്കണം. വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് എടുത്തത്. നല്ല എണ്ണ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അല്ല, പല കാര്യങ്ങളും നമ്മൾ അയയുന്ന കുറെ കാര്യങ്ങള് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ടൈറ്റ് ആയാൽ, അതായത് പിടിച്ചാൽ വേറെ കുറെ പേർക്ക് അത് അവരുടെ ഉപജീവനാവും. തീർച്ചയായിട്ടും നമുക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. ഓപ്പോളെ സമയം ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും ഓപ്പോളിന്റെ കൈ എത്തുക എന്നതിനേക്കാൾ കൂടുതൽ ഓപ്പോളിന്റെ മേൽനോട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചു പേർക്കും കൂടെ ഉപജീവന മാർഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാം. അപ്പൊ ഈ ഒരു സ്വഭാവം അവനോട് അറിയാം. അത് മാറ്റണം. നമ്മൾ മാറ്റണം. സമയം ഒട്ടും വൈകിട്ടില്ല കേട്ടോ. എനിക്കൊക്കെയാണ് എന്റെ ഒരു ക്യാരക്ടർ മാറ്റം, പക്ഷെ ഓപ്പോളിന് വേണമെന്ന് വിചാരിച്ചാൽ മാറും. ഇല്ലേ? ഈ 2 മൂക്കുത്തി ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞ ഇതിപ്പോ 2 കൊല്ലാവാനായി അല്ലേ? അമ്മ പാലക്കാട്ടമ്മ ശരി. ഇനി ഇപ്പൊ ഇത്ര 50 വയസ്സായി ഒപ്പോള് പറയുന്നു അല്ലേ? അപ്പൊ ഇനി എനിക്ക് ഈ ഒരു കാര്യം കൂടെ എനിക്ക് സാധിക്കണം, അല്ലെങ്കിൽ ഈ കാര്യം എനിക്ക് നിർബന്ധമായും ചെയ്യണം എന്ന് ഒരു വാശിയോടെ അങ്ങേയറ്റത്തെ ഒരു ഡിസയർ ആയിട്ട് വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എന്താണ്? എനിക്കൊരു പ്രൊഡക്ഷൻ ഡാൻസില് ചെയ്യണം. അങ്ങനെ
അവിടെ അതൊരു രഹസ്യമാണ്, അവിടെ ഉണ്ട്. അത് ചെയ്യണം എന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് വലിയ ഒത്തിരി ബിഗ് ബഡ്ജറ്റ് ആണ്. അപ്പൊ പിന്നെ അതിന്റെ എഴുതി കിട്ടണം, അതിന്റെ ലിറിക്സ് എഴുതി കിട്ടണം, അങ്ങനെ കുറെ സംഭവങ്ങൾ അതിന്റെ പിന്നാലെ ഉണ്ട്. കുറച്ച് പ്രൊസീജിയറുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിന്റെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നടക്കട്ടെ. സീനിയർ പിള്ളേരെ വെച്ചിട്ട് ചെയ്യണം അല്ലെ? 50-ാം വാർഷികമാകുമ്പോഴേക്കും നടക്കുമായിരിക്കും. നന്നായിണ്ട്. അപ്പൊ അത് കാണാൻ ഉറപ്പായിട്ട് ഞാൻ ഉണ്ടാവില്ല, ഞാനുണ്ടാവും. ഞാൻ ഉണ്ടാവില്ല. ശരി. അപ്പൊ ഇത്രയും നേരം ഞാൻ ഓപ്പോളിനോട് ഇങ്ങനെ ചോദിച്ചു അല്ലെ, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ എന്റെ ചേച്ചി, സുഹൃത്ത്, അധ്യാപിക, ഉപദേശക, സ്വന്തം കൂടപ്പിറപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഏറ്റവും കൂടുതൽ എന്താ പറയാ, തിരുത്തി ചീത്ത പറയാൻ നീ ചെയ്യരുതെന്നൊക്കെ പറയാനുള്ള ഒരു ആളെന്നുള്ള രീതിയിൽ ഓപ്പോളിന് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതാണ് പ്രശ്നം. ചോദിക്കട്ടെ? നോണ അറിയില്ലെന്നറിയാണ്ട് സത്യസന്ധമായിട്ടുള്ള ചോദ്യം ഉത്തരം പറയാനുള്ള നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. ആർക്കെ? എനിക്ക്. അയ്യോ എന്തോരാണ്. അതെല്ലാം ഒറ്റ കാര്യത്തിനേ വരുന്നുള്ളൂ, ഫുഡ് കഴിക്കണം, ഭക്ഷണം കഴിക്കണത്. അപ്പൊ നിനക്കത് തിരുത്താൻ തോന്നിയിട്ടുണ്ടോ? ശരി. ചോദ്യാണ്. തിരുത്തണം എന്നും ഞാൻ പറയില്ല, തിരുത്തണ്ടെന്ന് ഞാൻ പറയാം. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താന്നറിയോ, എനിക്ക് സങ്കടം വന്നിട്ട് ഓപ്പോള് ഒരു 20 ദിവസം നമ്മുടെ വീട്ടില് വന്ന് നിന്നിട്ടില്ലേ? ഓപ്പോളിന്റെ അടുത്ത് തന്നെ ഇരുന്നിട്ടല്ലേ നമ്മള് കഴിച്ചത്. നമ്മള് പുറത്ത് പോയിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കഴിക്കണം. ഒക്കെയാണ്. അപ്പൊ അടുത്ത ഓപ്പോൾ ഇത് പറയുമ്പോ മറ്റുള്ളവർ എന്തോരം പറയണം. അപ്പൊ ചില കമന്റ് കേട്ടിട്ട് എനിക്ക് അങ്ങ് സങ്കടം വന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ജാത്യല്ലോ പോവില്ല. അതേ എന്റെ മകനാണല്ലോ ഇരിക്കുന്ന മുമ്പില്, അവര് കളിയാക്കാറുണ്ട്. മകള് ഇറിറ്റേറ്റഡ് ആണ്, അറിയാലോ താരു എന്നോട് എങ്ങനെ. പക്ഷെ ഓപ്പോഴും ഒരു രക്ഷയില്ല. കാരണം അതായത് നമ്മള് എന്റെ ഏറ്റവും വലിയ ഹീറോ ആരാണ്? എന്റെ അച്ഛനാണ് അല്ലേ? ഓപ്പോളിന്റെ അച്ഛനും അമ്മയുമാണ് അല്ലെ? അപ്പൊ പുള്ളി ഇങ്ങനെയായിരുന്നു. പുള്ളി രാഷ്ട്രീയത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും അതുപോലെ തിരക്ക് പിടിച്ചു. അപ്പൊ ഓടി വന്നിട്ട് നിന്നിട്ടാണ് കഴിക്കുക. ചോറ് മുകളിൽ കുറേ കിലോ തിന്നിട്ട്. ഇതാണ് ഞാൻ ഓർമ്മ വെച്ച പോലെ കാണുന്നതും ഏറ്റവും ഇഷ്ടമുള്ള ആള്. അങ്ങനെ കണ്ട് ശീലിച്ചതും അതേ സമയമില്ല. പിന്നെ ഇതൊക്കെ നമ്മളെ കുട്ടിയിൽ തിരുത്തിയ ചിലപ്പോ ഒരു പക്ഷെ പക്ഷെ ആരാ തിരുത്തേണ്ടത്? അതാണ് കാണുന്നത്. പിന്നീട് അങ്ങനെയായി, അതങ്ങനെ ശീലമായി. ഇപ്പൊ റൌഫ്, ഇപ്പൊ നമ്മൾ ഒരു സീനില് എനിക്ക് ഭക്ഷണം വളരെ കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അസുഖത്തിന്റെ. അപ്പൊ നമ്മൾ പരമാവധി 1-2 വായിൽ നമ്മൾ ഷൂട്ട് നിർത്തും. അത് തന്നെ പല ആംഗിളിൽ കാണിച്ചിട്ടാണ് അവനെ അഡ്ജസ്റ്റ് ചെയ്യണത്. ഇപ്പൊ അവനെന്താണ്, നിങ്ങൾ ശരിയാവണവരെ നിങ്ങൾ തിന്നാൻ. അതായത് ശരിക്കും ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഈ കൈ അറിയാതെ നീട്ടും. അങ്ങനെ നീട്ടരുത് എന്ന് പറയും. അറിയാതെ അതൊരു സ്വഭാവമാണ്. അതുപോലെ എല്ലാവരും പറയും ഇവിടെ ആവരുതെന്ന്. എനിക്കിത് അത് ഞങ്ങളുടെ അവിടേക്കൊക്കെ നേരെ തിരിച്ചു ഉള്ളം കൈ അറിഞ്ഞുണ്ണണം. ഇത് അറിയാം. അതുപോലെ ഞാൻ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോ വായിലേക്കല്ലേ വിടുക, എനിക്ക് വായിലേക്ക് വിടുക. ഞാൻ എന്റെ നാക്കിലേക്ക് വെക്കുക. അപ്പൊ നാക്ക് നീട്ടിയിട്ട് നാക്ക് വെക്കുക. അപ്പൊ ഇത് കാണുമ്പോ ഏതാണ്ട് പശു തിന്നണ പോലെയാണ് ആളുകൾക്ക് തോന്നുന്നത്. സത്യത്തില് അങ്ങനെ തിന്നാൻ പാടില്ല. അപ്പൊ ഇവൻ ഇത് പറഞ്ഞ് ഞാൻ നാക്കിൽ നിന്നുള്ളത് എന്ത് ചെയ്യും, നാക്ക് മാറ്റിയിട്ട് നാക്കുള്ളിൽ വെച്ച് ഇത് ഉള്ളിലേക്ക് വെക്കും. അപ്പൊ നാക്കിൽ വെക്കുമ്പോൾ നാക്ക് വളയ്ക്കുന്ന കാരണം അത് പോവില്ല എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ഉള്ളിലേക്ക് വെച്ചാൽ നിങ്ങൾ വരുമെന്നുള്ള സാധനത്തിന് ഞാൻ എന്തെന്ന് പറയും, ഈ കൈ ഉരുട്ടിയിട്ട് ഈ കൈ വിരല് മൊത്തം ഇവിടെ കയറ്റും വാഴുള്ളേ. അപ്പൊ അടുത്ത കുറ്റം, ഈ തള്ള എന്തിനാ കൈ മൊത്തം വാഴുള്ളൂ. ഞാൻ ചോദിക്കും എന്റെ വിരലില്ലേ? ഇതിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ സൗണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ സൗണ്ട് നീ അത് മ്യൂട്ട് ആക്കിയാ പോരെ. മനസ്സിലായ? അപ്പൊ ഇത് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാലും നമുക്ക് പിന്നെ അങ്ങനെ എന്തോ ഒരു ചാനലും ഇല്ല അല്ല, എന്തോ ASMR എന്തോ ആ വീഡിയോ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായി. ഞാൻ തറിഞ്ഞിട്ടൊന്നല്ല കേട്ടോ. എന്നിട്ട് എന്നോട് അതിന്റെ അടിയിൽ അപ്പൊ ഞാൻ അതെന്തൊക്കെ അറിയില്ല കുത്തിച്ചതക്കണ സൗണ്ടൊക്കെ ഞാൻ വെറുതെ ഇട്ടു. അങ്ങനെ ഒരു പാചകവും അങ്ങനെയുണ്ട്, ഭക്ഷണം കഴിക്കണോണ്ട് അങ്ങനത്തെ ചാനലുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ എപ്പോഴും എല്ലാ സത്യത്തിൽ അത് ഞാൻ മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാൻ ചെയ്തു. ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഞാന് മോശമായിട്ട് വസ്ത്രം ധരിക്കാറില്ല. എത്ര പ്രായക്കാരും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന കണ്ടന്റ് നമ്മൾ ചെയ്യാറുള്ളൂ. സഭ്യമല്ലാത്ത ഒരു വാക്കുകൾ ഞാൻ പറയുന്നില്ല, ആരെയും നമ്മൾ ഉപദ്രവിക്കുന്നില്ല, ഭീകര പ്രവർത്തനം ഒന്നും നടത്തുന്നില്ല. ആകെ എന്റെ ഒരു പ്രശ്നം, എനിക്ക് എന്റെ ഈ ഭക്ഷണശീലം തിരുത്താൻ പറ്റും. അപ്പൊ പറയുന്നത് ക്യാമറയുടെ മുമ്പിലൊന്നും, അപ്പൊ ക്യാമറയുടെ പുറകിൽ ഞാൻ കഴിക്കണുണ്ട് ഇവരൊക്കെ ബോധം കെട്ട് കുറേ മര്യാദയായിട്ട് കഴിക്കുന്നത്. അപ്പൊ എന്താണോ നമ്മള് എന്താ പറയാ അത് കാണിക്കും. അങ്ങനെ ഒരാളെങ്കിലും അത് കാണാനുണ്ടായാലും ഞാനത് കാണിക്കും. ഇനിയിപ്പൊ ആരും ഇല്ലേലും ഞാനത് കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ ചാനൽ നിർത്താൻ വരും. അപ്പോളെ
അപ്പൊ ഇത് നിർത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഓപ്പോള് ക്ഷമിക്കുന്ന പോലെ മറ്റുള്ളവരും ക്ഷമിക്കാത്തവര് നിങ്ങളുടെ കമന്റിലൂടെ നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക. ഉറപ്പായിട്ട് എനിക്ക് ഡോളർ കിട്ടുന്നു. അപ്പൊ ഞങ്ങള് ഇതിനൊക്കെ മറുപടി ഒറ്റതേ ഉള്ളൂ. നമ്മളെ എന്താ പറയാ, നമ്മളായിട്ടിരിക്കുക. അല്ല, തിരുത്തുന്നവര് ജസ്റ്റ് അല്ലെങ്കിൽ കമന്റിൽ ഭയങ്കര മോശം കമന്റ്സ് ഇടുമ്പോ ഒന്ന് വന്ന് എന്തായതെന്ന് അന്വേഷിച്ചിട്ടൊന്ന്. അല്ലാതെ കാര്യമില്ല. അപ്പോൾ ഇവര് ഭക്ഷണം കഴിക്കണ ചിലപ്പോ അവരുടെ വീട്ടിൽ പോയി നോക്കിയാണെങ്കിൽ നമ്മള് തിരിഞ്ഞുകൊടും. അല്ലെ? പിന്നെ വേറെ ഒരു കൂട്ടരുണ്ട്, അതായത് കമന്റ് തൊഴിലാളികളെ പോലെ എല്ലാ വീഡിയോയുടെ ചോട്ടിലും വന്നിട്ട്. അതേമാതിരി എനിക്ക് വന്നൊരു വലിയ കമന്റ് ആട്ടോ. ഞാന് ഭക്ഷണം കഴിക്കുന്നത് അടുക്കളയിലിരുന്ന്, അല്ല, ഡൈനിങ് ടേബിളിൽ ഇരിക്കാത്തത് സരസുവിനെ അകത്ത് ഇരുത്താൻ പറ്റാത്തോണ്ട് ഞാൻ ഇവിടെ ആര് വന്നാലും നമ്മളെ ഏറ്റവും ആദ്യം പോയിരിക്കണ അടുക്കളയിൽ ചമ്മറം പടിഞ്ഞാണ് വലിച്ചെടുത്ത്. അത് അല്ല, ശരിക്കും ഭക്ഷണം നിലത്തിരുന്ന് ചമ്മറം പടിഞ്ഞിരുന്ന് കഴിക്കണം. കുറെ ദിവസം ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ചിറ്റശിയുള്ള കാരണം, നമ്മളെ അനിയത്തിയുള്ള കാരണം അവരുടെ കൂടെ ഇരുന്ന് കഴിക്കും. എന്താ വെച്ചാ ഷുഗറും ഒക്കെ ആയിട്ട്. പിന്നെ കുറച്ചു ദിവസമാണ് ഇവിടെ വന്നപ്പോ ആയിക്കോട്ടെ അങ്ങനെ കൂടെ നിന്ന് ഞാൻ കഴിക്കാൻ നിൽക്കാൻ. അവിടെ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കാനേ ഒന്നാമത് ഇവിടുത്തെ കസേര ഇരിക്കാൻ കൊള്ളില്ല. നമ്മളെ അങ്ങട് ചാരും. നമ്മളെ കസേര അങ്കളല്ല, അങ്കിടി ചാരും. അപ്പൊ ഞാൻ എപ്പോഴും നിലത്തിരുന്നിട്ടാ കഴിക്കും. അല്ല, അത് നോക്കിയിട്ട് അതില് രസം, ഏറ്റവും രസം എന്നറിയോ, തിന്നുന്നതിനെ കുറിച്ചല്ലേ കമന്റ് പറയാൻ പറ്റില്ല. അപ്പൊ സ്ഥിരം കമന്റ് തൊഴിലാളികളുണ്ട് എന്ത് ചീത്ത വിളിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചിലപ്പോ ചെയ്യുന്നത് ഒരു ഇന്റർവ്യൂ ആവാം, ചിലപ്പോ ഒരു പ്രൊമോഷൻ ഷൂട്ട് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റിന്റെ ആവും. അവിടെ വന്നിട്ട് ഇവര് ഈ സാധനമാണ് എഴുതി വെക്കുക. അതായത് ആക്ച്വലി അവർ ആ വീഡിയോ കണ്ടിട്ടില്ല, കണ്ടന്റ് പോലും കാണാതെയാണ് ഇവര് വന്ന് ഈ കമന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ തീർച്ചയായിട്ടും കയറി അങ്ങ് മേയുക. ഞങ്ങളിങ്ങനെ ഡോളറുകൾ ഉണ്ടാക്കട്ടെ, അതുകൊണ്ട് കുറെ പേർക്ക് നമുക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഓപ്പോളും തുടങ്ങിയാലും ഞങ്ങൾ ഒരിക്കലും ഇത് അവസാനിപ്പിക്കില്ല. കാരണം ഞങ്ങൾക്ക് സംസാരിക്കുന്ന വിഷയങ്ങൾ, ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന വിഷയങ്ങളാവില്ല ഞങ്ങൾ തമ്മിൽ സംസാരിക്കുക. അതിങ്ങനെ നീണ്ടു പോകും. ഞാൻ പൂർണ്ണമായിട്ടും ഞാനായിട്ട്, സത്യത്തിൽ ഞാൻ ഇങ്ങനെ ചുറ്റുമുള്ളവർ ചോദിക്കുന്നത് ചില കാര്യങ്ങൾ പറഞ്ഞുകൂടെ ഇല്ല ഓപ്പോൾ തന്നെ തോന്നുന്നു ഈ അന്നമ്മയ്ക്ക് എന്നോട് ഇത് പറയാതിരുന്നൂടായിരുന്നു ഓപ്പോൾ എന്നെ വിചാരിക്കും. കാരണം എനിക്ക് അതിന് കഴിയില്ല. കാരണം എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം ഞാൻ എവിടെയാണ് ഓപ്പോളുടെ അടുത്ത് പറഞ്ഞാൽ എന്റെ ഭാരം ഒഴിയുകയും ചെയ്യും. ഓപ്പോളിൽ നിന്ന് ഒരിക്കലും മരിച്ചാലും പുറത്തു പോകുന്ന ആ ഒരു വിശ്വാസമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇന്നത് സംസാരിക്കാവുന്നില്ല. അപ്പൊ ഇങ്ങനെ നീണ്ടു പോകും. നമുക്ക് എന്താ പറയുക, ആഗ്രഹം ഉണ്ടെങ്കിലും തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ ഒരുപാട് കാര്യം എനിക്ക് ഓപ്പണിനെ കൊണ്ട് പാടിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഒപ്പളുടെ പാട്ടൊക്കെ നമ്മുടെ ചാനലിന്റെ ലിങ്ക്, ഒപ്പോഴുമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഇതിന് താഴെ ഇടും. തീർച്ചയായിട്ടും നിങ്ങൾ കയറി കാണണം. അപ്പൊ നല്ലയിടത്ത് അടുക്കള സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫോളോ ചെയ്യാത്ത ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ കൂടി ഞാൻ പറയാണ്, ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ, മറ്റേ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉണ്ട്. എല്ലാവരും കയറി നിരത്തിക്കോണം, ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ഒക്കെ ചെയ്തോണം. തീർച്ചയായിട്ടും ഓപ്പോളിന്റെ റെസിപ്പികൾ എന്നും നമ്മുടെ റെസിപ്പികൾ ഉള്ളത് തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഓപ്പോളിന്റെ റെസിപ്പികൾ അടിച്ചു മാറ്റി അതിലേറ്റവും രസം ഒരു കാര്യം ഞാൻ ഒന്ന് വിട്ടുപോട്ടെ, അത് പറയാണ്. ഓപ്പോളിന്റെ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയത് നമ്മളാണ്. എന്നിട്ട് തുടങ്ങിയപ്പോൾ യൂട്യൂബിലെ കുറേ വീഡിയോസ് എല്ലാം ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയാൽ അവസാനിക്കുന്നത് അപ്പുറത്തായിരിക്കും. അത് 20 മിനിറ്റ് 30 മിനിറ്റിന്റെ വീഡിയോ ആയിരുന്നു. ഞാനത് മുറിച്ചിട്ട് ഒരു 5 മിനിറ്റ് ആക്കിയിട്ടാണ് ഫേസ്ബുക്കിൽ ഇട്ടത്. പക്ഷെ ഇപ്പോഴും പറയുന്നുണ്ട് എന്നോട് സംസാരം കുറയ്ക്കാൻ. അത് തന്നെ. അതില് രസം എന്ന് പറഞ്ഞാൽ ഞാനൊരു 10-20 വീഡിയോ ഇട്ടപ്പോ എല്ലാത്തിനും ക്ലെയിം കിട്ടിയേക്കുന്നു. അതായത് ഓപ്പോളിന്റെ വീഡിയോ ഓപ്പോളുടെ ഫേസ്ബുക്കിൽ പേജിൽ പോസ്റ്റ് ചെയ്തപ്പോ ക്ലെയിം. അതായത് എന്താ സംഭവം എന്നറിയോ, ഫേസ്ബുക്കിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ആരാണോ ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അവരായിരിക്കും അതിന്റെ ഓണർ. ഓക്കെ, അപ്പൊ യൂട്യൂബിൽ ഇടുന്ന ഉടനെ തന്നെ നമ്മൾ എവിടെ ഇടണം, ഫേസ്ബുക്കിൽ ഇടണം, അല്ലെങ്കിൽ അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയെങ്കിലും ചെയ്യണം. അപ്പൊ ഓപ്പോളിന്റെ വീഡിയോ ഇട്ടപ്പോ ഫേസ്ബുക്ക് പറയണത് അതിന്റെ ഉടമസ്ഥ വേറെ ആളാണെന്ന്. അപ്പൊ അങ്ങനെ അത്രമാത്രം ഓപ്പോളിന്റെ റെസിപ്പീസ് ഇങ്ങനെ എന്താ പറയാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഓപ്പോളിന്റെ ഡാൻസ്, അതൊരു എന്താ പറയുക ദൈവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഓപ്പോൾ കൊണ്ടുപോകുന്നതെങ്കിലും തീർച്ചയായിട്ടും വരുന്നവർ തീർച്ചയായിട്ടും ഇനി വരിക, ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആയിട്ട് വരിക. പക്ഷെ ഫീസ് കൊടുത്തിട്ട്, ഓപ്പോൾ ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫീസ് കൊടുക്കുക. കാരണം ഓപ്പോൾ ഈ കാശ് ഓപ്പോളിന്റെ കൂടുതലും ഓപ്പോൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് സത്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഓപ്പോളിനെ എന്താ പറയാ ഓപ്പോളിന്റെ സഹായം സ്വീകരിച്ച് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. സഹായം അത് തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ഓപ്പോളിൽ നിന്നൊക്കെ
ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പൊ ഓപ്പോളിന്റെ സാരി വാങ്ങാനോ ഓപ്പോളിന്റെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങാനോ കാറ് വാങ്ങാനോ ഒന്നുമല്ല കാശ് ഉപയോഗിക്കുന്നത്. അത് എത്തുന്നത് അർഹതയുള്ള കൈകളിലേക്കാണ്. തീർച്ചയായിട്ടും അത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് അനുഭവിച്ചിട്ടും അറിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ സ്നേഹം എന്നും നമ്മളിലേക്ക് എത്തണം. തീർച്ചയായിട്ടും എന്നും ഓപ്പോളിന്റെ കൂടെ ഉണ്ടാവണം. അപ്പൊ ഓപ്പോള് ആദ്യമായിട്ടാണ് എന്നോട് ഉഷക്കുട്ടി നീ ഇതൊന്ന് തിരുത്താൻ ശ്രമിക്കുന്നു പറയാം. അപ്പൊ ഞാനൊരു ശ്രമം എങ്കിലും നടത്തും. എന്ത് വാരി വലിച്ച് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മ്യൂട്ടായിട്ട് അല്ല പലരും ഇത് ഉഷയെ ഇഷ്ടമുള്ള കുറേ അതെ 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 എനിക്കറിയാം കുട്ടികളെ അപ്പൊ അവർ ഇമിറ്റേറ്റ് ചെയ്യാനും ശ്രമിക്കും. പക്ഷെ സത്യസന്ധമായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാലും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ശ്രമിക്കാം കഴിയുന്നു മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്ന അത് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങള് തീർച്ചയായിട്ടും ഓപ്പോളുടെ എന്താ പറയാ പൂർവാധീന ശക്തികളുടെ നിങ്ങൾ 100ാമത്തെ ഞാനില്ലെങ്കിലും നിങ്ങളൊക്കെ കൂടെ 100ാമത്തെ പിറന്നാളും ആഘോഷിക്കും. ഈ ഓപ്പോളുടെ ഏറ്റവും ആഗ്രഹമായിട്ടുള്ള പ്രൊഡക്ഷനിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടാവണം. ഉറപ്പായിട്ട് ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് നിർത്തുന്നില്ല. ഇനി ഒരു വർഷം കഴിയുമ്പോൾ ഓപ്പോളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇതുവരെ വരും. അതുവരെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓപ്പോളിന്റെ അടുക്കളയിൽ കയറിയിട്ട് പായസം ഉണ്ടാക്കിയും പാചകം ചെയ്തിട്ടും നിങ്ങളെ ഞങ്ങള് എന്താ പറയാ സന്തോഷിപ്പിക്കുകയായിരിക്കും. അപ്പൊ ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം.